നിറഞ്ഞിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞത്, സാർ എൻ്റെ ഉമ്മ കേടായി എന്നാണ്. ഞാൻ ചോദിച്ചു, മോനെ നീ എന്തിനാ ഉമ്മയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉമ്മ കേടായി എന്ന് നിനക്ക് എങ്ങനെ തോന്നുക? എന്തെങ്കിലുമൊക്കെ പറയലാണോ എന്ന് ചോദിച്ചപ്പോ, എന്റെ കുട്ടശ്ശേരി കുടുംബത്തിലെ സഹോദരിമാർ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് യുവതികൾ ശ്രദ്ധിക്കണം, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. നമ്മൾ ടെക്നോളജി അധികം അറിയാത്തവരാണ്. കേവലം നെക്കിക്കളിക്കാനേ നമുക്കറിയൂ. അതിന്റെ അന്തർധാരയിലേക്ക് പോയിട്ട് അതിനെ മറ്റൊന്നാക്കി മറക്കുന്ന ആപ്പുകളെ കോമ്പിനേഷൻ നമുക്കറിയില്ല. അതൊക്കെ IIT വിദ്യാർത്ഥികളെ പോലെയുള്ള വലിയ വലിയ ടെക്നീഷ്യൻസിന് അറിയാം. ആ കുട്ടി പറയാണ്, സാർ ഞാൻ ഇടക്ക് വീട്ടിലേക്ക് വരുമ്പോ വാട്സപ്പിൽ ഉമ്മ ഉള്ളത് ഞാൻ കാണുന്നുണ്ട്. എന്നെ കാണുമ്പോൾ പെട്ടെന്ന് മൊബൈൽ ഓഫാക്കുന്നു. അപ്പൊ വാട്സപ്പിലാണ് ഉമ്മ ഉള്ളത് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഒരിക്കലും ഉമ്മയില്ലാത്ത സമയത്ത് ഉമ്മയുടെ വാട്സപ്പ് ചെക്ക് ചെയ്തു. അപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ഇന്ന ഓപ്ഷനിലേക്ക് കയറിയപ്പോ അവിടെ എനിക്കൊരു ചോദ്യം വന്നു, നിങ്ങളുടെ മുമ്പത്തെ വീഡിയോസും പിക്ചേഴ്സും വേണോ എന്ന്. ആ സമയത്ത് ഞാൻ യെസ് എന്ന് നെക്കിക്കൊടുത്തു. ഡൗൺലോഡ് ചെയ്തിട്ട് വന്നപ്പോ എന്റെ ഉമ്മയുടെ മോശമായ ചിത്രങ്ങളെ ഞാൻ കണ്ടു സാർ എന്ന് ഒരു കുട്ടി പറയുമ്പോ, 8ാം ക്ലാസ്സുകാരൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ അറിയണം, നമുക്കറിയാത്ത വൈദഗ്ധ്യം 8ാം ക്ലാസ്സിലെ കുട്ടിക്കറിയാം. നമുക്കറിയാത്ത സംഭവങ്ങളെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ടെക്നോളജിയുടെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. അദ്ദേഹം അന്നവിടെ വിശദീകരിച്ചാൽ കൂടിയ ആൾക്കാർ ചിലപ്പോൾ ഈ കൂട്ടത്തിലുണ്ടാകും. അദ്ദേഹം അന്നവിടെ വിശദീകരിച്ച ടെക്നോളജി എന്തെന്ന് ചോദിച്ചാൽ, കേവലം നിങ്ങളെ നമ്പർ മാത്രം കൊടുക്കുക, മൊബൈൽ നമ്പർ മാത്രം. എന്നിട്ട് നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ മെസ്സേജ് അയച്ചു 6 മാസം. പക്ഷേ സ്വാഭാവികമായി കുഞ്ഞാങ്ങളെ ഭരിക്കുന്നത് ഈ 3 ആരായിരിക്കും? പെങ്ങന്മാരായിരിക്കും. ഓലടക്ക് വിളിക്കുക, ഓലടക്ക് അങ്ങോട്ട് പോവുക, ഓലടക്ക് ഇങ്ങോട്ട് വരിക. ഇങ്ങനെയായിരിക്കും എൻ്റെ ഒരു സ്വഭാവം. അങ്ങനെ എന്നിട്ട് കുഞ്ഞാങ്ങളെ വരും. ചുരുക്കി പറഞ്ഞാൽ ഈ പെങ്ങന്മാരിങ്ങനെ കൺട്രോൾ ചെയ്യും. പെങ്ങന്മാർക്ക് എന്താ ഇതിന്റെ ഒരു രീതി? വെറുതെ ഞാൻ വെറുതെ പറയാന്ന് വിചാരിക്കേണ്ട, ഒരു കാര്യമായിട്ട് തന്നെ പറയാണ്. എന്ന് വെച്ചാൽ ഞാൻ വെറുതെ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. പെങ്ങന്മാർക്ക് ഒരു ഭർത്താവുണ്ടല്ലോ, അവരോടൊപ്പം ജീവിച്ചാൽ പോരെ? ആങ്ങളയുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അതൊക്കെ ശരിയാണ്. പക്ഷെ അമിതമായിട്ട് എന്തിനാ നമ്മൾ ഇടപെടുന്നത്? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രീതി, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പം അലി റളിയല്ലാഹു തആലയെ കൊണ്ട് ഫാത്തിമ ബിവിയെ കല്യാണം കഴിപ്പിച്ചു. നിങ്ങൾ ഉലമാക്കളെ ശാസ്ത്രീയങ്ങളോട് ചോദിച്ചോക്കിയേ. ഭാര്യന്റെ വീട്ടിലേക്കല്ല പറഞ്ഞയച്ചത്, ഭർത്താവിന്റെ വീട്ടിലേക്കല്ല പറഞ്ഞയച്ചത്. ഭർത്താവിന് വീടുണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. അബൂ താലിബിന്റെ മോനാണ്, അബൂ താലിബിന്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നത്. പക്ഷേ വേറൊരു ചെറിയ വീട് വെച്ചു കൊടുത്തു, ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തു. അതെന്തിനാ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ നല്ല സന്തോഷത്തോടു കൂടി കഴിയാൻ വേണ്ടിയിട്ടാണ്. ആ ലോകത്തിലേക്ക് നമ്മൾ പിന്നീട് അമിതമായി എത്തി നോക്കരുത്. ഇത് നമ്മുടെ ഉമ്മത്തിലെ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. കെട്ടിച്ചയച്ച് പോയാലും, ഞാൻ പെങ്ങന്മാർക്കെതിരല്ല കേട്ടോ, പാവം പെങ്ങന്മാരാണ്, പക്ഷെ ആണ്ട് പോയാലും പിന്നെയും വന്നിട്ട് കെട്ടിക്കാത്ത പോലെ ഇടപെട്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആങ്ങളോട് വരും, ഇപ്പം എന്തിനാ ഓളായിട്ട് ഊട്ടിക്ക് പോണത്? ഇവ ഊട്ടിക്ക് പോണോ, അവിടേക്ക് പോണോ, ഇവിടേക്ക് പോണോ എന്നൊക്കെ എന്തിനെ പെങ്ങന്മാർ തീരുമാനിച്ചു കൊടുക്കണം? കല്യാണം കഴിക്കുന്നത് വരെ എന്റെ ജുബ്ബ ഇസ്തിരി ഇട്ടിരുന്നത്, ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയും, ജുബ്ബ ആയാലും പാന്റ് ആയാലും എന്റെ അനുജനായിരുന്നു. എല്ലാ ദിവസവും കല്യാണം കഴിക്കണത് വരെ, അവൻ കല്യാണം കഴിക്കണത് വരെ എന്നിട്ട് വരും പാവം. പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാ? അവനൊരു ഡിഗ്നിറ്റി ഉണ്ട്, അവന്റെ ഭാര്യ വന്നിട്ടുണ്ട്, പിന്നെ എന്റെ ജുബ്ബട്ട് വരുന്ന ആളല്ല. അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ ഡിഗ്നിറ്റിക്ക് വിടി. ചില വാപ്പാരുണ്ട്, ഭയങ്കര ബിസിനസ്സുകാർക്കാണ് അതാകെ പറ്റുക. ബിസിനസ്സുകാരുടെ മക്കൾ നമ്മളോട് പറഞ്ഞത് നിങ്ങളോട് പറയാണ്. കാരണം മക്കൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കില്ല. കച്ചവടം അവൻ എത്ര ടോപ്പിലെത്തിയാലും എന്റെ പൈസ കൊണ്ടല്ലേ, എന്റെ ബിസിനസ് കൊണ്ടല്ലേ ഇങ്ങനായി എന്ന് പറയും. സത്യത്തിൽ ഇന്ന് പൈസക്കാരായ ആളുകളുടെ മക്കൾക്ക് വാപ്പാന്റെ കൂടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല. ഓല് പറയല്, നിങ്ങളൊരു 1 കോടി രൂപ കടം തന്നാല് ഞാനൊരു 10 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾക്കാണ്ട് വീട്ടാന്ന്. അപ്പൊ മക്കളുടെ ജീവിതത്തിലും അമിതമായി വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടപെടണ്ട, സ്നേഹാർദ്രമായി പോയാൽ മതി. ഒരിക്കലും എന്താക്കണ്ട, അതിൽ പോയിട്ട് ആകെ ഇടപെട്ട് കൊളാക്കണ്ട. അവരവരുടെ വഴിക്ക് വിടിയും. ഈ രീതിയിൽ നമ്മുടെ വീട്ടിലൊരു സാഹചര്യം ഒരുക്കിയാൽ എത്ര നല്ലതായിരിക്കും, എത്ര നന്മയുണ്ടാകും. പിന്നെ ജ്യേഷ്ഠന്റെ ഭാര്യ, അനുജന്റെ ഭാര്യ. ഇപ്പത്തെ ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, മിക്കവാറും ഇളച്ചികളെ പഠിക്കാൻ പോണ ആൾക്കാരെ കെട്ടുമ്പോ തന്നെ ഭർത്താവ് പറയും, ഞാൻ എന്നെ പഠിപ്പിക്കാം. അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരും. ചുരുക്കി പറഞ്ഞാൽ ഇവളങ്ങനെ കോളേജിൽ പോവും. ഇപ്പോ ഇന്നലെ പറഞ്ഞൊരു കൗൺസിലിംഗ് ഞങ്ങളോട് പറയാം. കൗൺസിലിംഗ് എവിടെ നിന്ന് എന്ത് ഞാൻ പറയില്ല, കാരണം നമ്മളൊരു സീക്രട്ടാണ്. അപ്പൊ പറഞ്ഞെന്താന്ന്, എനിക്ക് കഴിഞ്ഞ നോമ്പിന്, സാർ ഞാൻ ബി ഫാമിനാണ് പഠിക്കണത്,
കോളേജ് വിട്ടു വരാൻ മഗ്‌രിബിന്റെ സമയത്താണ് ഞാൻ കോളേജ് വിട്ടു വരാം. അപ്പോഴേക്ക് മൂത്തച്ഛി ആകെ പ്രശ്നം ഉണ്ടാകും. എനിക്കറിയാം കുട്ടി പറയാ കരഞ്ഞോണ്ട്, എനിക്കറിയാം എന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടാണ് അവർ കെട്ടിച്ചത്. പക്ഷെ കോളേജ് വിട്ടുവരാനും മഗ്‌രിബാകും, മഗ്‌രിബിന്റെ നേരത്തെ ഞാൻ തിന്നാനായിട്ട് വരികയാണെന്നാണ് മൂത്തശ്ശി പറഞ്ഞത്. അങ്ങനെ ആകെ സങ്കടമായി. എനിക്കാണെങ്കിൽ ഒരുപാട് പൈസ കെട്ടിയിട്ടാണ് എന്തായത്, പൈസ കെട്ടിയിട്ടാണ് ഞാൻ പഠിക്കാൻ പോണത്. എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഇല്ലാത്ത കായ് ഉണ്ടാക്കിയിട്ടാണ് പഠിക്കാൻ പോണത്. അതിൻ്റെ ഇടയിൽ പരീക്ഷ എഴുതിയില്ലെങ്കിൽ എൻ്റെ ഉപ്പാക്കാകെ സങ്കടം. ഇപ്പം അതിലൊക്കെ തളർന്നും ചെയ്തിരിക്കണം, ഇപ്പം തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഉപ്പാക്കാകെ സങ്കടവും. എൻ്റെ ഉപ്പാൻ്റെ ഈ കാര്യം പൂർത്തിയാക്കണം, ഭർത്താവിൻ്റെ കാര്യം പൂർത്തിയാക്കണം, വീട്ടുകാരുടെ കാര്യം പൂർത്തിയാക്കണം. ഞാനാകെ ഞാൻ അങ്ങോട്ട് പോണില്ല എന്ന് പറഞ്ഞാൽ കുട്ടിക്കറിയാം. അപ്പൊ നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണ്ടേ? കുട്ടിനെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കണം. പക്ഷേ പഠിപ്പിക്കാന്നും പറഞ്ഞിങ്ങാണ്ട് നമ്മളിങ്ങനെ അങ്ങനെയും പോകരുത്. ഏത് മൂത്തച്ഛിക്ക് എല്ലാ ഭാരമുള്ള പണിയും കൊടുത്തുങ്ങാണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ ഞാൻ പഠിപ്പിച്ചിട്ടാണ്, നിങ്ങൾ പഴയ 10ാം ക്ലാസ്സുകാരിയല്ലേ എന്നുള്ള ജീവിത ശൈലിയും ഉണ്ടാക്കരുത്. ഇതൊക്കെ വീട്ടിലുള്ള അല്ലറ ചില്ലറ പ്രശ്നങ്ങളാണ്. ഇതിനുമപ്പുറം ഞാൻ എൻ്റെ അവസാനത്തെ പാട്ടിലേക്ക് കടക്കട്ടെ. കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. പിണങ്ങി നിൽക്കുക. ജ്യേഷ്ഠന്റെ വീട് അപ്പുറത്ത്, അനുജന്റെ വീട് അപ്പുറത്ത്, ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എത്ര വീടുണ്ടെന്നറിയോ? കുട്ടശ്ശേരിയിൽ ഉണ്ടാവൂല കേട്ടോ, ഞാനത് ആവർത്തിച്ച് പറയില്ല. ഞാൻ പറഞ്ഞൊന്നും ഇവിടെ ഇല്ല, കുട്ടശ്ശേരിയിലില്ല. എന്തെന്ന് വെച്ചാൽ അപ്പുറത്ത് വീട് ഇപ്പുറത്ത് വീട്. ഒരു ജ്യേഷ്ഠന്റെ മോളെ കല്യാണത്തിന്റെ അന്ന് അനുജനും ഭാര്യയും കുട്ടികളും ടൂറിന് പോയി. ഇവിടെ വലിയ 2000 ആൾക്കാരെ വിളിച്ചിട്ട് കല്യാണം. ഈ അനുജന്റെ വീട്ടിൽ വന്നിട്ട് ജ്യേഷ്ഠൻ സുൽഹായി പറഞ്ഞ് പിന്നൊരു കുത്തിത്തിരിപ്പ് അതിന്റെ ഉള്ളിലുണ്ടായി. രാവിലെ ഊട്ടിക്ക് ടൂറാണ്ട് പോയി. വരുന്നവര് മുഴുവൻ മൂപ്പരെ ചോദിക്കാം, മൂപ്പരെ വീട് അടഞ്ഞെടുക്കുക, മൂപ്പര് ഊട്ടിക്ക് ടൂർ പോയതാന്ന് അറിയാം. ഒന്നാലോചിച്ച് ചോദിക്കാട്ടെ. എന്നിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇവര് മിണ്ടിയിട്ട് എന്താ കാര്യം? ഈ 2000 ആൾക്കാർ ഓരോ കുടുംബം, പിന്നെ അതുവഴി 8000 ആൾക്കാരും 10000 ആൾക്കാരും ഇപ്പൊ അറിഞ്ഞില്ലേ? അപ്പൊ വെറുതെ പിണങ്ങി നിൽക്കുക, ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പിണങ്ങി നിൽക്കുക. എത്ര കുടുംബങ്ങളുണ്ട് അങ്ങനെ 20 വർഷമായിട്ട് 10 വർഷമായിട്ടൊക്കെ പിണങ്ങി നിൽക്കുക, ജ്യേഷ്ഠനും അനുജന്മാരും തമ്മിൽ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കവിതയുടെ ബാക്കി പറഞ്ഞുകൊള്ളട്ടെ. അല്ലാമ ഇക്ബാൽ പറയുന്നത്, ആ ജ്യേഷ്ഠനെയും കൊണ്ട് ഇങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അനുജൻ പിടിക്കുകയാണ്. അനുജൻ പിടിക്കുമ്പോ ഈ ജ്യേഷ്ഠന്റെ വിലാപം ആളുടെ മയ്യത്ത് വിളിച്ചു പറയുന്നത് പോലെയാണ് ഇക്ബാൽ അവതരിപ്പിക്കുന്നത്. ഇറങ്ങിപ്പോ നീ, എന്നെ ഇട്ടേച്ചു പോ നീ, എങ്ങോട്ടാ നീ വന്നിട്ടുള്ളത്? എത്രയോ ദിവസം ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. ഞാനും നീയും തമ്മിലൊരു പ്രശ്നമുണ്ടായി, അതിന് ഞാൻ നിന്നോട് വന്ന് മാപ്പ് പറഞ്ഞു. ജ്യേഷ്ഠൻ എന്ന നിലക്ക് ഇങ്ങോട്ടാണ് നീ വരേണ്ടത്, പക്ഷെ ഞാൻ അങ്ങോട്ട് വന്ന് മാപ്പ് പറഞ്ഞു. എന്നിട്ടും നീ എനിക്ക് മാപ്പ് തന്നില്ല. അങ്ങനെ തരാതെ ഞാൻ എത്ര ദിവസം കാത്തിരുന്നെന്നറിയുമോ? എത്ര വർഷം ഞാൻ ഇന്തിസാറിലായി, കാത്തിരിപ്പിലായിരുന്നു. ദാ ഈ വീടിന്റെ മുറ്റത്തേക്ക് നോക്കി ഞാൻ ഇരിക്കും, എന്റെ അനുജൻ കടന്നു വരുമെന്ന പ്രതീക്ഷയിൽ. പക്ഷെ നീ വന്നില്ല. എന്റെ മരണം ആസന്നമാകുന്നത് വരെ നീ കടന്നു വന്നില്ല. അവസാനം മരിച്ചപ്പോ ആളുകൾ എന്ത് പറയും എന്ന വ്യാകുലതയാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് നീ ഇട്ടേച്ചു പോ, നീ എന്നെ വിട്ടേച്ചു പോ. എന്റെ മയ്യത്ത് ചുമക്കാനുള്ള ഭാഗ്യം നിനക്കില്ല. നാളെ നീ വാ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് നീ വാ. അവിടെ നമുക്ക് വെച്ച് കാണാം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, സ്വന്തം സഹോദരന്മാർ തമ്മിൽ പിണങ്ങിയോടുന്ന ദിവസം എന്ന് പറയുന്ന ലോകത്തിലാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. അവിടെയാണ് ഞാനുള്ളത്. നീ അങ്ങോട്ട് വാ, നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് മയ്യത്ത് വിളിച്ചു പറയുന്നത് പോലെ ഡോക്ടർ സർ മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹത്തിന്റെ കാവ്യത്തിലൂടെ അവതരിപ്പിക്കുമ്പോ ഇത് മലബാറിന്റെ മണ്ണിലെ എത്രയോ ജ്യേഷ്ഠന്മാരുടെ വിലാപമാണ്. മയ്യത്ത് കട്ടിലിന്റെ ഉള്ളിൽ കിടന്നും മാത്രമല്ല അവർ വിലപിക്കുന്നത്, ഇന്ന് ഖബറിൽ കിടന്നിട്ടും വിലപിക്കുന്നുണ്ട് ചിലരുടെ ജ്യേഷ്ഠന്മാർ. ഖബറിന്റെ ഉള്ളിൽ കിടന്നിട്ട് വിലപിക്കുന്നുണ്ട് ചില ഉമ്മമാർ. ഖബറിലേക്ക് പോയിട്ടും ഇന്നും നമ്മൾ അവരോട് മിണ്ടുന്നില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുമ്പോഴും അവര് നേരെ ഓപ്പോസിറ്റ് നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ നാശത്തിന് വേണ്ടി. കാരണം അവരോ അധോഗതിയിലെങ്കിൽ നമ്മളെയും അധോഗതിയിലാക്കലാണ് നരകത്തിന്റെ അവകാശികളുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താലും വിജയമില്ലാത്ത ലോകത്തിലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ട് ജ്യേഷ്ഠന്മാരും അനുജന്മാരും തമ്മിൽ ഒന്നാവുക. ആകെ ഈ ജീവിതത്തിലാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പറയുന്നതല്ല, വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞുകൊള്ളട്ടെ. ജ്യേഷ്ഠാനുജന്മാർ പിണങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മയോട് ചെയ്യുന്ന ക്രൂരതയാണ്. എത്ര ഉമ്മമാര് കരയുന്നുണ്ടാകും. ഒരേ വയറ്റിൽ നിന്ന് വന്നതുകൊണ്ടാണ് സഹോദരൻ എന്ന് പറയുന്നത്. സഹ ഉദരൻ, ഒരേ ഉദരത്തിൽ നിന്ന് വന്നവൻ എന്നാണ്. സഹ ഉദരനാണ്. ഒരേ വയറ്റിൽ നിന്ന് ഒരു ഉമ്മയുടെ ഒരേ വയറ്റിൽ കിടന്നിട്ട് പുറത്തേക്ക് വന്നിട്ടും ഇവര് തമ്മിൽ മിണ്ടുന്നില്ല. ഉമ്മയുടെ സങ്കടം എത്ര, ഉപ്പയുടെ സങ്കടം എത്ര. ഈ സങ്കടം സഹിച്ചുകൊണ്ടൊരു ഉമ്മ മൃതിയടയുന്നു, ഒരു വാപ്പ യാത്രയാകുന്നു. എന്നിട്ടും ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ മിണ്ടാതെ
20-25 കൊല്ലവും മാറി നിന്നിട്ട് അങ്ങോട്ട് ചെല്ലാം. നമുക്ക് ആരെയാ നമ്മൾ വെല്ലുവിളിക്കുന്നത്? അള്ളാഹുവിനെയാണ് വെല്ലുവിളി. ഒരു സംശയവുമില്ലാതെ പറഞ്ഞുകൊള്ളട്ടെ, കുടുംബ ബന്ധം മുറിച്ചവൻ അവൻ എന്നിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ വലൈസ മിന്നാ വലൈസ മിന്നാ, അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന്. പിന്നെ ആരിലേക്കാ നിങ്ങൾ പോകുന്നത്? നിങ്ങൾ ഉംറക്ക് പോയിക്കോ, അള്ളാഹുവിന്റെ ദർബാറിലേക്ക് അതെത്തുകയില്ല. നിങ്ങൾ ആവർത്തിച്ച് ഹജ്ജിന് പോയിക്കോ, അള്ളാഹുവിന് അത് സ്വീകാര്യമല്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൊളിയായി, നിങ്ങളുടെ ഉംറകൾ വൃഥാവിലായി. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യരുത് എന്ന്. അതിന് കൽവിപരീതമായി ചെയ്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോ ഏതല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ യാത്ര? ആർക്കും നിങ്ങൾ സംഭാവന കൊടുക്കണ്ട. ജ്യേഷ്ഠനോട് പിണങ്ങി നിന്നിട്ട്, അനുജനോട് പിണങ്ങി നിന്നിട്ട്, ഉമ്മയും ഉപ്പയും തമ്മിൽ പിണങ്ങി നിന്നിട്ട് ആർക്കും നിങ്ങൾ സംഭാവന കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അതൊന്നും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എത്തുന്നില്ല. മുഫ്തിമാർ പറയുന്ന ഭാഷ എന്തെന്ന് ചോദിച്ചാൽ, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദീനിയായ കാര്യത്തിന് വേണ്ടി സമ്പത്ത് ക്ഷണിക്കുമ്പോ കുടുംബ ബന്ധം മുറിച്ചവന്റെ സമ്പത്തിനെ സ്വീകരിക്കാതിരിക്കാൻ നോക്കണമെന്നാണ് മുഫ്തികളുടെ ഫത്വ പോലും എന്ന് നമ്മൾ അറിയണം. അവൻ എത്ര വലിയ കോടീശ്വരനായാലും ശരി, സ്വന്തം ജ്യേഷ്ഠനോട് മിണ്ടാതിരിക്കുന്നുവെങ്കിൽ അപ്പൊ നമുക്കൊരു ന്യായീകരണമുണ്ട്. അവൻ എന്റെ സ്വത്ത് അപഹരിച്ചത് കൊണ്ടാണ്, ഞാൻ 5 സെന്റ് കൊടുക്കേണ്ടി വന്നത് കൊണ്ടാണ് പിണങ്ങി നിൽക്കുന്നത് എന്ന്. ആ കാരണം ഏത് പറഞ്ഞിട്ടും കാര്യമില്ല. അവൻ ചെയ്ത ക്രൂരത അവനും അല്ലാഹുവുമായിട്ട് നമ്മൾ തമ്മിൽ അതിൽ കണക്ക് കൂട്ടണ്ട. നമ്മുടെ കണക്ക് കൂട്ടൽ അവനോട് മിണ്ടണമെന്നതാണ്. അവനും 5 സെന്റും എന്തായി എന്ന് നാളെ മഹ്ശറ വൻസഭയിൽ വരുമ്പോ അള്ളാഹു നിയുക്തമാക്കി തരും. അതല്ലാതെ ഇവിടുന്ന് പിണങ്ങി നിൽക്കലല്ല നമ്മുടെ ജോലി. ഇവിടുന്ന് മിണ്ടാൻ നമുക്ക് പറ്റണം. ഈ കുടുംബ സംഗമത്തിൽ നമ്മൾ കുടുംബത്തോട് കൂടുമ്പോ അവരെ പറയും, ജ്യേഷ്ഠാനുജന്മാരെ തെറ്റിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഞങ്ങളെ വിളിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ ദൗത്യമാണ്, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ദൗത്യമാണ് ആ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. നമ്മുടെ കുടുംബ ബന്ധം ചേർക്കുന്ന സമയത്ത് ഇങ്ങനെ 1-2 ഇഷ്യൂകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 16 മീറ്റിംഗിന് ശേഷമാണ് നമ്മൾ കായൽ മഠത്തിൽ എന്ന് പറയുന്ന നമ്മുടെ കുടുംബ സംഗമം ഉണ്ടാക്കിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിണങ്ങി നിൽക്കുന്നവർ വാശിയെടുത്താലും ശരി, അതിനെ വീണ്ടും ഒന്നിപ്പിക്കണം. അത് ഒന്നിപ്പിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, അവൻ നരകത്തിന്റെ പടുകുഴിയിലേക്ക് അപ്പതിക്കാതിരിക്കാൻ വേണ്ടി. അഗ്നിസ്ഫുലിംഗമാണ് കത്തിയാളുന്നത്. അതിലേക്ക് വീഴാതിരിക്കാനുള്ള നമ്മുടെ ചെറുശേഷിപ്പാണ് അവരെ മിണ്ടിപ്പിക്കുക എന്നത്. അതുകൊണ്ട് കുടുംബത്തിലെ ഇനി പ്രശ്നങ്ങളുള്ളവർ ഒന്നാകണം. പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ദയവ് ചെയ്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വ്യത്യസ്ത രാഷ്ട്രീയക്കാർ ഈ കൂട്ടത്തിലുണ്ടാകാം, വ്യത്യസ്ത മതസംഘടനക്കാർ ഈ കൂട്ടത്തിലുണ്ടാകാം. നമ്മൾ എല്ലാവരോടും ചേർന്ന് നിൽക്കുന്ന ഒരാളെന്ന നിലക്ക്, അഥവാ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളെന്ന നിലക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് വാഫികളും ഉദവികളും അതേപോലെ തന്നെ ധാരിമികളും മറ്റുള്ളവരുണ്ടെങ്കിൽ അവർക്കറിയാം ഞാൻ അവരുടെ ക്യാമ്പസിൽ എത്താറുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള സംഘടനക്കാർക്കറിയാം അവരുടെ പരിപാടിക്ക് നമ്മൾ എത്താറുണ്ട്. വ്യത്യസ്ത രാഷ്ട്രീയക്കാർക്കറിയാം അവരുടെ പരിപാടിക്ക് നമ്മൾ എത്താറുണ്ട്. പ്രത്യേക രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ആരെ വിളിച്ചാലും നന്മയാണെങ്കിൽ നമ്മൾ പോകാറുണ്ട്. ആ ഒരൊറ്റ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ, എത്ര വലിയ വൈജാത്യങ്ങൾ ഉണ്ടായാലും ആ കെ ഈ കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലല്ലേ, പകരം ഒന്നിച്ചു നിൽക്ക്. നമ്മളൊരു കുടുംബമാണ്, നമ്മളൊരു പൈതൃകമാണ്. ദാ ഇവിടെ കാണുന്ന ഈ നോട്ടീസിൽ കാണുന്ന പ്രിയപ്പെട്ട ഉപ്പാപ്പമാരുടെ പേരമക്കളാണ് ഇരിക്കുന്നവർ. നമ്മൾ തമ്മിൽ എന്താണ് ഒരു വിയോജിപ്പ്? നമ്മൾ തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം കാണിക്കുന്നത്? നമ്മൾ തമ്മിൽ എന്തിനാണ് വലിയ വലിയ പ്രയാസങ്ങളിലേക്ക് പോകുന്നത്? അവിടെയാണ് എന്റെ പേരിന്റെ കൂട്ടത്തിൽ ഒരു പക്ഷേ നോട്ടീസിലൊക്കെ കാണുന്നുണ്ടാകാം മേൽപ്പത്തൂർ എന്ന്. അതൊരു വലിയ മഹാമനുഷ്യന്റെ സ്ഥലമായിരുന്നു മേൽപ്പത്തൂർ. നാരായണ ഭട്ടതിരിപ്പാട് എന്ന് പറയും. ഹൈന്ദവർക്ക് വലിയ ആഘോഷത്തോടു കൂടി പറയുന്ന പേരാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് പരമപൂജനീയ ആദിതീർത്ഥ ജഗദ്ഗുരു ശ്രീ മഹാധിപതി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സ്വാമികൾ എന്നാണ്. അദ്ദേഹത്തിന് ഇത്ര വലിയ ഖ്യാതി വരാൻ കാരണം അദ്ദേഹം നാരായണീയം എഴുതിയത് കൊണ്ടാണ്. എന്നാൽ അദ്ദേഹം ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ പൂന്താനത്തിന്റെ ഗുരുവായിരുന്നു. പൂന്താനം മഹാകവി ജ്ഞാനപ്പാന എഴുതിക്കൊണ്ട് വന്നിട്ട് ഇങ്ങോട്ട് സബ്മിറ്റ് ചെയ്തു. അഥവാ മെതിയടി അണിഞ്ഞ് കൊടയും ചൂടിയിട്ട് കൂടെയില്ല ജനിക്കുന്ന നേരത്തും കൂടെയില്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തോ മത്സരിക്കുന്നതെന്തിനോ നാം വൃഥ എന്ന വരിയുടെ തുടക്കം. അതിന്റെ തുടക്കം എന്തെന്ന് ചോദിച്ചാൽ കൂടെയില്ല ജനിക്കുന്ന നേരത്തിന് മുമ്പേ ഉള്ള തുടക്കം കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ, മാളികപ്പുറത്തേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. അങ്ങനെ പാവങ്ങളുടെ തോളത്ത് സമ്പത്ത് കൊടുക്കുന്നവനും സമ്പത്തുള്ളവന്റെ തോളത്ത് മാറാപ്പ് കൊടുക്കുന്നതും ഭഗവാനാണ് അഥവാ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആഖ്യാനത്തിനെ
പുച്ഛിച്ചു തള്ളി. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് താളിയോലകൾ എറിഞ്ഞു. മുമ്പ് ഏതോ ഒന്നോ രണ്ടോ സംസാരത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അഥവാ അത് എറിഞ്ഞിട്ട് അദ്ദേഹം അതിനെ പെറുക്കിയെടുത്ത് നെഞ്ചിൽ ചേർത്തുകൊണ്ട് പാടിയ വരിയാണ്: കൂടെയില്ല ജനിക്കുന്ന നേരത്തും കൂടെയില്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തോ മത്സരിക്കുന്നതെന്തിനോ നാം വൃഥ. ഹിന്ദു മിത്തോളജിയിലെ വളരെ വളരെ രസകരമായ ഒരു വരിയാണ്. കൂടെയില്ലല്ലോ ജനിക്കുന്ന നേരത്ത്, കൂടെയില്ലല്ലോ മരിക്കുമ്പോ. ജ്യേഷ്ഠ, നീ കടന്നു വന്നത് 2 വർഷം മുമ്പല്ലേ? ജനിച്ചപ്പോ നമ്മൾ ഒന്നിച്ചായിരുന്നില്ലല്ലോ, മരിക്കുമ്പോഴും നമ്മൾ ഒന്നിച്ചാകണമെന്നില്ല. നീ എപ്പോഴോ മരിക്കും, ഞാൻ എപ്പോഴോ മരിക്കും. ഒരു പക്ഷേ ജ്യേഷ്ഠനേക്കാൾ മുമ്പേ അനുജൻ കടന്നു പോകും. മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തോ മത്സരിക്കുന്നതെന്തിനോ നാം വൃഥ. വെറുതെ എന്തിനാ നമ്മൾ മത്സരിക്കുന്നത്? ഈ ഒരു രംഗത്തിലല്ലേ നമ്മൾ കാണുന്നത്. മധ്യത്തിലൊന്ന് കണ്ടുമുട്ടുമ്പോ ഇവിടെയും വേണോ നമുക്കൊരു മത്സരം? ഇവിടെയും വേണോ നമുക്കൊരു മത്സരം? നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കി. ഇന്ന് എല്ലാ കുടുംബത്തിലും, കുട്ടശ്ശേരി കുടുംബം എന്ന് മാത്രമല്ല, എല്ലാ കുടുംബത്തിലും പിണക്കങ്ങളുണ്ട്. ഇവിടെ കുറവായിരിക്കും, എനിക്കറിയില്ല ഇവിടുത്തെ കാര്യം. പിണക്കങ്ങള്, കുതർക്കങ്ങള്, തെറ്റി നിൽക്കുന്ന ആൾക്കാർ, ഇളച്ചു മൂത്തച്ഛൻ തെറ്റിക്കല്, എല്ലാ തെറ്റും ഇതിന്റെ ഭാഗം. എന്നിട്ട് മരിച്ചാൽ ചെല്ലും. മരിച്ചാൽ ആയിരിക്കും? ചിലപ്പോൾ അസുഖമായിട്ട് ചെല്ലും. ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഞാൻ വളരെ പ്രശസ്തനായ ഒരു ക്യാൻസർ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറോട്, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ക്യാൻസർ വരാൻ എന്താ കാരണം? അപ്പൊ അദ്ദേഹം അതിന്റെ ബാഹ്യമായ കാരണം പറഞ്ഞ് അതിന്റെ ആന്തരികം ഭയങ്കര ദീനീപരമായൊരു വ്യാഖ്യാനം പറഞ്ഞു. ഇപ്പൊ ഒരു പറഞ്ഞ എന്താന്ന് വെച്ചാല്, 2 ആൾക്കാർ തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ജ്യേഷ്ഠയും അഞ്ചത്തിയോ അല്ലെങ്കിൽ കാക്കിയും അഞ്ചനോ ആരെങ്കിലും തമ്മിൽ പ്രശ്നം ഉണ്ടായി ഇവര് 2 ആളും അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ട ആള് പോകും. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇവരെ നന്നാക്കണം എന്ന് പഠിച്ചവനുണ്ട്. അതിന് പല ആൾക്കാരുമായി പലതായി പക്ഷേ ഇവരെ സംഭവിക്കൂല. അപ്പൊ ആരെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാളിൽ ഒരാൾക്ക് ഈ രോഗാണ്ട് കൊടുത്താൽ പിന്നീട് നിന്നാവും. മൂപ്പര് പറയാണ്, ഞാൻ ഒരുപാട് ഇത് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. ക്യാൻസർ ഉണ്ടായതൊക്കെ അതാണെന്നല്ല, ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം ഇതും കൂടിയാണ്. ഇതിനൊരു കാരണമുണ്ട്, അതിന്റെ ഒരു സൈക്കോളജി ഞാൻ പറയാം. എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാം. നിങ്ങൾ സഹോദരന്മാർ ശ്രദ്ധിക്കണേ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മുണ്ടോതെ തിരുവനന്തപുരം വരെ പോയാൽ അയാളോടൊരു നമുക്കൊരു നെഗറ്റീവ് ഉണ്ടാവില്ല. അയാൾ നമ്മളോട് മിണ്ടിയില്ല, നമ്മൾ അയാളോട് മിണ്ടില്ല. നമ്മളും വാട്സാപ്പിൽ, മൂപ്പര് ഫേസ്ബുക്കിൽ, അങ്ങനെ തിരുവനന്തപുരത്ത് വരെ പോകുമ്പോൾ ഒന്ന് കൈ കൊടുക്കണം കൂടില്ല. നേരെ മറിച്ചിട്ട് അയാളൊന്ന് പരിചയപ്പെട്ടു നോക്കിയേ, വെറുതെ ഒന്ന് പിന്നെ വർത്താനം പറഞ്ഞ് എന്റെ മൊബൈലിന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഫ്രണ്ട്സായി, ട്രെയിനിൽ നിന്ന് ഫ്രണ്ട്സായ ആൾക്കാർ. ഭയങ്കര ആൾക്കാർ കിട്ടും നമുക്ക്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ, നല്ല പിന്നെ സാധുക്കളും ഉണ്ടാവും. ഏതായാലും അവരോട് അങ്ങനെ അവസാനം അവർ നമ്മളെ ഭയങ്കര പരിചയക്കാരോ, വലിയ സ്നേഹിതന്മാരോ. അതൊരു വേവ് ലെങ്ത് ആണ് നമ്മുടെ ഉള്ളില്. വൂൾഫ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, ആ ശാസ്ത്രജ്ഞൻ എന്താ ചെയ്തതെന്നറിയോ? അദ്ദേഹം ഒരു എലിയുടെ ഉള്ളില് ഒരു മനുഷ്യന് ദേഷ്യം വരുന്ന സമയത്ത് അത് പുറപ്പെടുന്ന ഒരു ദ്രാവകം അതെടുത്തിട്ട് ഒരു എലിയിൽ കുത്തിവെച്ച്, ഞങ്ങൾക്ക് MSc സൈക്കോളജിയിൽ അതിന്റെ ഭാഗം പഠിക്കാണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് കുത്തിവെച്ചിട്ട് ആ എലി ഇങ്ങനെ കിടന്ന് പടഞ്ഞ് ഒരു 20 മിനിറ്റ് ആയപ്പോത്തിന് ചത്തു. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ദേഷ്യം വരുന്ന സമയത്ത് ഉള്ളിൽ വരുന്ന ഇത് അവന് തന്നെ പ്രശ്നമാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്താ? സ്ട്രെസ്സാണ്. നിങ്ങൾ എന്താ വിചാരിച്ചേ? കുടുംബത്തോട് പിണങ്ങിന്നാലേ നമുക്ക് സുഖം ഉണ്ടാവും വിചാരിച്ചോ? സ്ട്രെസ് വരും. കാരണം നമ്മളിങ്ങനെ ആളെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം, ആളെ വാക്ക് പറയുമ്പോൾ നമുക്ക് ദേഷ്യം. ഇതൊക്കെ ഉള്ളിലല്ലോ നടക്കണത്. അറ്റാക്ക് ഉണ്ടാകുന്നത് എങ്ങനെ? ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും, അവരോട് ചോദിച്ചു നോക്കിയാട്ടെ. ഭക്ഷണം, കൊളസ്ട്രോൾ, ഇതൊക്കെ ഒരു കാരണമാണ്. പക്ഷെ മെയിൻ കാരണം സ്ട്രെസ്സാണ്. സ്ട്രെസ് ഉണ്ട് വരുമ്പോൾ ടച്ചിട്ട് അറ്റാക്ക് ഉണ്ടാവും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലായിടത്തുനിന്നും കൂടി ഇങ്ങോട്ട് മനുഷ്യന് അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ മനസ്സിനുണ്ട് വരിക. ഈ അടുത്തിടെ നമ്മൾ ഒരു അവസാനത്തെ റമദാന്റെ സമയത്ത് ഉംറക്ക് പോയിരുന്നു. പെരുന്നാളിന് ഞങ്ങൾ മടങ്ങുമ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് ഒരാൾക്ക് കാലിന് വയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി തന്നെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അവിടെ കയറ്റി ഇയാളെ കാലിങ്ങനെ പരിശോധിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് അങ്ങോട്ട് അറ്റാക്ക് ഇളകി. എമ്മാതിരി അറ്റാക്ക് എന്നറിയാം. ചിരിച്ചോണ്ടിരിക്കുന്ന ആൾക്ക് അങ്ങോട്ട് ഇളകി വായിലൂടെ പത വന്ന്, ചുരുക്കി പറഞ്ഞ ഡോക്ടർമാര് നെഞ്ചിടിച്ച് ആകെ ഇതാക്കി. ഇപ്പോഴും ഞാനിത് പറയുന്ന നിമിഷം വരെ മൂപ്പര് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടില്ല. ഇതിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോ മൂപ്പരുടെ മകള് കുറച്ച് മുമ്പേ ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ചിരുന്നു. ഞാൻ എൻ്റെ ഒരു ഇത് പറയാം.
മൂപ്പർക്ക് ഇതൊക്കെ പാടെ ചിന്തിച്ചിട്ട് വന്നിട്ടുള്ള ഒരു സ്ട്രെസ് കൊണ്ട് അവിടെ നിന്നാണ്ട് ഇളകിയതാണ്. അപ്പൊ ഈ സ്ട്രെസ് വലിയ പ്രശ്നമാണ്. തമാശയാണെങ്കിലും നമ്മുടെ സിദ്ദീഖ് അലി രാങ്ങാട്ടൂരും ഞാനും നമ്മൾ അബ്ദുറഹ്മാൻ ഉണ്ടത്തണി സാഹിബും കൂടി ഒരിക്കലും പരിപാടി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിച്ചപ്പോൾ സിദ്ദീഖിന് സിദ്ദീഖ് രാങ്ങാട്ടൂർ സാഹിബിന് കുറേശ്ശെ എന്തുണ്ട്, നമുക്കൊരു നല്ല തമാശക്കാരനാണല്ലോ, ചിലർക്കൊക്കെ പ്രയാസം ഉണ്ടാവും, എന്നാലും ഞാൻ പറയാം, മൂപ്പര് ഭയങ്കര തമാശക്കാരനാണ്. മൂപ്പർക്ക് പ്രമേഹവും ഇതൊക്കെ കുറേശ്ശെ ഉണ്ട്. അപ്പോ മൂപ്പര് ബിരിയാണി കഴിക്കാൻ പോവാണ്. അപ്പൊ അബ്ദുറഹ്മാൻ ഉണ്ടത്താണി സാഹിബ് ചോദിച്ചു, അല്ല സിദ്ദീഖേ, എനിക്ക് ഇത്ര പ്രമേഹവും ഇതൊക്കെ ഉണ്ടായിട്ട് എന്തിനാ പിന്നെ ഇത് കഴിക്കണമെന്ന് വെച്ചു. അപ്പൊ മൂപ്പര കയ്യൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്, മൂപ്പർക്ക് ഒരു ശൈലിയുണ്ട്, ഇതുണ്ടാക്കിയിട്ട് പറഞ്ഞേ, അത് ഞാൻ ഡോക്ടർമാരോട് ചോദിച്ചു ഇത് എങ്ങനെ ഉണ്ടാവണം. അപ്പൊ ഡോക്ടർമാര് പറഞ്ഞ് ഒന്ന് ഭക്ഷണം, മറ്റൊന്ന് ടെൻഷൻ. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ടെൻഷനാണോ ഭക്ഷണമാണോ പ്രശ്നം. ഭക്ഷണത്തെക്കാൾ പ്രശ്നം ടെൻഷൻ കയറിയ പെട്ടെന്ന് പ്രമേഹമുള്ളവർക്ക് അടിച്ചു കയറുമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. ടെൻഷനും കണ്ട് വന്നാൽ ഈ സൈലന്റ് അറ്റാക്ക് ആർക്കുണ്ടാവുക, ഡോക്ടർമാരോട് ചോദിച്ചോട്ടെ, സൈലന്റ് അറ്റാക്ക്, ഉള്ളിൽ സൈലന്റ് അറ്റാക്ക് പ്രമേഹ രോഗികൾക്കുണ്ടാവും. അങ്ങനെ പ്രമേഹം കണ്ട് അടിച്ച് കയറും എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ തീരുമാനിച്ചു ഇതൊക്കെ കണ്ട് കഴിക്കാൻ. എന്നിട്ട് മൂപ്പര് പറയാണ്, എനിക്ക് ബിരിയാണി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് കഴിക്കണമെന്ന്. മനസ്സിലായോ? ഇതൊരു തമാശയാണെങ്കിൽ പോലും അതിലൊരു കാര്യമുണ്ട്. അതെന്താ? അതിലൊരു കാര്യമുണ്ട്. ടെൻഷൻ വന്നാല് മനുഷ്യന് പല അസുഖങ്ങളും വരും. ടെൻഷൻ അല്ലേ ഉമ്മാനായിട്ട് തെറ്റിക്കല്, ടെൻഷൻ അല്ലേ നമുക്ക് വാപ്പാനായിട്ട് എന്നും ഉറങ്ങാൻ ഒരു സ്വസ്ഥത ഉണ്ടാവും. എന്ത് പറഞ്ഞാലും നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവില്ലേ, വന്ന് 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 നമ്മൾ തന്നെ രോഗിയാവുന്നു. അള്ളാന്റെ അടുത്ത് പോകുമ്പോഴുള്ള ഇടങ്ങറ് വേറെ, ഇവിടെ തന്നെ മനുഷ്യന്റെ ഇടങ്ങറാണ്. നേരെ മറിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, എല്ലാരും ഒരേപോലെ കാണാൻ ഭയങ്കര ഉഷാറായി നടക്കുന്നവർക്ക് സ്ട്രെസ് കുറവാണ്. സ്ട്രെസ് മാഷന്മാർക്ക്, അധ്യാപകർക്കാണ് ആയുസ് കൂടുതൽ എന്ന് ഈ അടുത്തിടെ IMA ഒരു ഇത് പുറത്തുവിട്ട്. അധ്യാപകർക്കും കർഷകർക്കും. ഡോക്ടർമാർക്കൊക്കെ ആയുസ് വളരെ കുറവാണ്. കാരണം എന്തുകൊണ്ടാ? ഡോക്ടർമാർ കാണുന്നത് കൂടുതൽ എന്താ, അല്ല കാല് മുറിഞ്ഞത്, കയ്യ് മുറിഞ്ഞത്, അവിടെ പൊട്ടിയത്, ഇവിടെ പൊട്ടിയത്, ആക്സിഡന്റ്, ഇതൊക്കെയാണ്. ഒരു അധ്യാപകൻ കാണുന്നതോ, അധ്യാപകൻ കാണുന്ന ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കുറെ നല്ല കുട്ടികളെ എപ്പോഴും ഇങ്ങനെ പാട്ടും പാടി നല്ല രസമായിട്ട് ഇങ്ങനെ പോവാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഏറ്റവും ടോപ്പ് ആനന്ദകരമായ പ്രൊഫഷൻ, പൈസ കൊണ്ട് ചിലപ്പോൾ ഒത്തില്ലാന്ന് വരും, ആനന്ദമുള്ള പ്രൊഫഷൻ ഏതാന്ന് ചോദിച്ചപ്പോ ഏറ്റവും നമ്പർ 1 ലോകത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ വിചക്ഷണയുടെ അഭിപ്രായം അധ്യാപനമാണ്. കുട്ടികളെ പഠിപ്പിക്കണതിന്റെ സന്തോഷം വേറെ എവിടെ നമുക്ക് കിട്ടൂല, വേറെ ഒന്നും കിട്ടൂല. അപ്പൊ ആ ഒരു രസത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു ഇന്നി ബുഇസ്തു മുഅല്ലിം. അതുകൊണ്ട് സ്ട്രെസ് ഉണ്ടാവരുത്, സ്ട്രെസ് ഇല്ലാതെ മുന്നോട്ട് പോകണം. അപ്പൊ സ്ട്രെസ് ഇല്ലാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ മൂത്തച്ഛനേറ്റ് നന്നാവണം, ഇളച്ചനേറ്റ് നന്നാവണം. ഇത് ഞമ്മക്ക് തന്നെ കേടാണെന്ന്. നമ്മളെ ഉള്ളിൽ ഇങ്ങനെ കാർന്ന് തിന്നുന്ന ക്യാൻസർ പോലെയുള്ള, നമ്മുടെ ഉള്ളിൽ അറ്റാക്കും സ്ട്രോക്കും ബ്ലോക്കും പോലെയുള്ള വിഷയങ്ങൾ കടന്നു വരാനൊക്കെ സബബിനെങ്കിലും തടഞ്ഞു വെച്ചൂടെ? ബാക്കി അള്ളാഹ് എന്താ ചെയ്യണത് അള്ളാന്റെ തീരുമാനം. ഞാൻ പറഞ്ഞ അതിന്റെ കാരണങ്ങൾ നമുക്ക് ഒഴിവാക്കിക്കൂടെ? ആ കാരണങ്ങൾ ഒഴിവാക്കിയിട്ടും അള്ളാഹു കൊണ്ടുവരാണെങ്കിൽ കൊണ്ടുവരട്ടെ. അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ അത് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് ഇതൊക്കെ കുടുംബത്തിൽ പ്രശ്നമല്ലേ? എന്നിട്ട് എനിക്കറിയാം, എന്റെ കുടുംബത്തിലൊരു കുട്ടിയെ കെട്ടിച്ചയച്ച സ്ഥലത്ത് അവർ തമ്മിലൊരു പ്രശ്നം, ഇവിടെ ഒന്നും കരഞ്ഞോണ്ട് വരും. ചുരുക്കി അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒന്നും കരഞ്ഞോണ്ട് വരും. അപ്പൊ അങ്ങനെ പ്രശ്നമാണ്, നിങ്ങളതിൽ ഇടപെടണം എന്ന് പറയും. ഒരു മൂത്തച്ഛി അങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണെന്ന് പറയും. ആ മൂത്തച്ഛിക്ക് കണ്ടിന് ഒറ്റ ക്യാൻസർ വരും. പിന്നെ തിരുവനന്തപുരത്തേക്ക് പോവുക, തിരുവനന്തപുരത്ത് നിൽക്കുക, അതിന് CH സെന്ററിൽ നമ്മൾ വിളിച്ചു പറയാ. ചുരുക്കി പറഞ്ഞാൽ പിന്നെ നാത്തൂനും വിളച്ചു മുത്തച്ചും കൂടി ഒന്നായി. അപ്പൊ ഇത് വരാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കണ്ടല്ലോ, അതിനു മുമ്പ് സ്വതന്ത്രമായി ജീവിച്ചൂടെ? ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇത് വരണില്ല എന്നുള്ളൊരു തീരുമാനം. സിഗരറ്റ് വലിക്കുമ്പോ 80% ആളുകൾക്ക് ഭാവിയിൽ ലിവർ സിറോസിസോ അല്ലെങ്കിൽ ലിവറിന് പ്രശ്നമോ കരളിന് പ്രശ്നം, അല്ലെങ്കിൽ അവർക്ക് ഇതിന് പ്രശ്നം, ലങ്സിന് പ്രശ്നം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുമാതിരിയുള്ള ക്യാൻസർ പോലുള്ളത് 80% ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് 20% വരാൻ സാധ്യതയുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് 20%. അപ്പൊ ആ 20% എടുത്തുകാണ്ട് നമ്മൾ 80%ലേക്ക് പോകണ്ടല്ലോ. 100 ആളുകള് ഇത് സിഗരറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വലിക്കുമ്പോൾ ഭാവിയിൽ ഈ പ്രശ്നങ്ങൾ ഏതെങ്കിലും 80 ആൾക്കും വരും. 20 ആളെ ഇന്ന് രക്ഷപ്പെടുള്ളൂ എന്ന് മെഡിക്കൽ സയൻസ്. എന്നാൽ സാധാരണ ജനങ്ങൾ ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരിൽ 20 ആൾക്കാരെ ഇത് വരാൻ സാധ്യതയുള്ളൂ, 80 ആൾക്കാരെ ഇന്ന് രക്ഷപ്പെടുന്നു മെഡിക്കൽ സയൻസ്. അപ്പൊ നമ്മൾ എവിടെ നിൽക്കണ്ടേ? ഇപ്പൊ കുട്ടികൾ ഹാൻഡ്സ് ഉപയോഗിക്കുന്നു, നമ്മളൊക്കെ കുടുംബത്തിലെ പല കുട്ടികളും ആ ഹാൻഡ്സ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വളരെ കൂടുതൽ. അത് ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ജിമ്മിന് പോണ പല ആൾക്കാർക്കും ക്യാൻസർ. ജിമ്മിന് പോകുന്ന പല ആൾക്കാർക്ക് എന്താ ക്യാൻസർ? അവര് തടി വെക്കാനും മസിൽ വെക്കാനും വേണ്ടി തോന്നിയത് കയറ്റിയിരിക്കുകയാണ്. അപ്പം കണ്ട് മസിലി കയറണം എന്നുള്ളതാണ്. എത്ര ആളുകൾക്കാണ് ജിമ്മിന് പോകുന്ന ആളുകൾക്ക് ക്യാൻസർ എന്നതിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തെങ്കിലും അടിച്ചു കയറ്റരുത്, നമുക്കുള്ള തടി മതി.
അപ്പൊ ഞാൻ യുവാക്കളോടും കൂടി പറയാണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകണം. ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും. അപ്പൊ പിണങ്ങി നിൽക്കണ്ട. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ യുവാക്കളായാൽ നിങ്ങളാണ് ഇതിനെ ഉയർത്തിക്കൊണ്ടു പോകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ടു പോകേണ്ടുന്ന. ഇവിടെയുള്ള ഓരോ യുവാക്കളെയും, ഇവിടെയുള്ള ഓരോ പാവം നമ്മുടെ സഹോദരിമാർ അഥവാ ഉമ്മാമ്മമാർ, ഈ കാണുന്ന വയസ്സന്മാരായ ആളുകൾ എല്ലാവരെയും എടുത്ത് പറക്കാനുള്ള ചിറകാണ് ശരിക്കും പറഞ്ഞാൽ യൂത്ത് വിങ്. വിങ് എന്ന് പറഞ്ഞ ഗ്രൂപ്പും വകുപ്പും അർത്ഥമുണ്ടെങ്കിലും അതേ വിങ് തന്നെയാണ് ചിറകിനും കൊടുത്തിട്ടുള്ളത്. WING, വിങ് എന്ന് പറഞ്ഞാൽ ചിറക് എന്നാണ്. ഇവിടെ നമുക്ക് ഫിലോസഫിക്കലി ഒരു അർത്ഥം കൊടുക്കാം. യൂത്ത് വിങ് ആണ്. യൂത്ത് വിങ് എന്ന് പറഞ്ഞാൽ അവരൊരു ചിറകാണ്, ഈ സമുദായത്തെ മുഴുവൻ എടുത്തു പറക്കുന്ന ചിറക്. അതുകൊണ്ട് യുവാക്കൾക്ക് പ്രത്യേകമായ ഒരു പ്രാധാന്യം നമ്മൾ കുടുംബത്തിൽ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വഴികെട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ സൗഹൃദത്തോടെ അവരെ തിരിച്ചു പിടിക്കണം. അതാണ് കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ നമ്മൾ കാണിക്കേണ്ടത്. അവനൊന്ന് മുടിയൊന്ന് കോലം കെട്ടി വെട്ടുമ്പോ, അവൻ ഏതെങ്കിലും രീതിയിൽ പാന്റ് ധരിക്കുമ്പോ ദേഷ്യപ്പെടല്ലേ, അമർശപ്പെടുത്തല്ലേ. പകരം അവനെ സൗഹാർദ്ദത്തോടെ തോളത്ത് വെച്ച് പിടിക്ക്, അവനെ കൂടെ കൊണ്ട് നടക്ക്. കുറച്ച് കഴിയുമ്പോൾ അവന്റെ പ്രകൃതം മാറിയേക്കാം. എന്നാൽ ഇതേപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ ഏറ്റവും മനോഹരമായി മതപരമായ മൂല്യത്തോടെ വളർത്ത്. എന്നിട്ട് അവർ പോകട്ടെ IIT-യിലേക്ക്, എന്നിട്ട് അവർ പോകട്ടെ IIM-ലേക്ക്, എന്നിട്ട് അവർ പോകട്ടെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക്, എന്നിട്ട് അവർ പോകട്ടെ മൗലാന മുഹമ്മദ് അലി ജൗഹറും ഇക്ബാലും ഒക്കെ കടന്നു പോയതുപോലെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്യാമ്പസിലേക്ക്. ഇക്ബാൽ അവിടെയെല്ലാം പഠിച്ചു വന്നതിന് ശേഷം പറയുന്ന ഒരു വരിയുണ്ട്, യൂറോപ്പ്, നിന്റെ മടിത്തട്ടിലിൽ നിന്റെ താഴ്വാരത്ത് ഞാൻ ഒരുപാട് നടന്നു, മുത്തും പവിഴവും പെറുക്കാൻ, പക്ഷെ എനിക്കൊരു ചരൽ കല്ല് പോലും ലഭിച്ചില്ല എന്ന് സർ ബിരുദം എടുത്തിട്ട് മടങ്ങി വരുമ്പോ അല്ലാമ ഇക്ബാൽ പറയുന്നുണ്ട്, ഒരു ചരൽ കല്ല് പോലും നിങ്ങളുടെ തിരുമുറ്റത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്ന്. അങ്ങനെയുള്ള ക്യാമ്പസിൽ പോയി ഉയർന്ന വിധാനത്തിൽ നമ്മളെ കുട്ടികൾ പഠിക്കട്ടെ. എന്നിട്ടും തിരിച്ചു വരുമ്പോ ഷേക്സ്പിയറുടെ നെഞ്ചത്ത് ചവിട്ടാൻ മറക്കരുത്. കാരണം ഏതെയോ മിഥ്യാലോകത്തിലൂടെ പഠിപ്പിച്ചു വിട്ട ഷേക്സ്പിയറിന്റെ വരികളിലൂടെ 1000 നദികൾ ഒഴുകുന്നു എന്ന് പറയുന്നതിന് പകരം ഷേക്സ്പിയർ ഇസ് ബിഗ് സീറോ എന്ന് പറയുന്ന നവലോക ക്രമത്തിന്റെ വിദ്യാർത്ഥികളായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സാഹോദര്യത്തിനെ, ഈ സമുദായത്തിനെ മുഴുവൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു കുടുംബ സംവിധാനം ഈ സാഹചര്യം വെച്ചുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് കേരളത്തിന്റെ അവസ്ഥ പലതുമാണ്. ഇവിടെ ഇടതും വലതും ഒരുപോലെ നിലനിൽക്കണമെന്നാണ് ഇന്ന് സത്യത്തിൽ രാഷ്ട്രീയ മീമാംസകരുടെ ചിന്താഗതി. ഒന്നും കൂടി പറയാം, ഇടതും വലതും ഒരുപോലെ നിലനിൽക്കണമെന്നാണ്. കാരണം ഇത് രണ്ടും ഒരുപോലെ ഉണ്ടായാൽ മറ്റുള്ള ഛിദ്രശക്തികൾക്കുള്ള കടന്നേറ്റം അവസാനിക്കുമെന്ന് 29 സംസ്ഥാനങ്ങളിൽ നിന്നും ഡിഫറന്റായി നിൽക്കുന്ന കേരളത്തെ കുറിച്ച് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ നിൽക്കണ്ട. നമ്മളന്ന് ഗാന്ധിജി ചെയ്തതുപോലെ ഒരാളുടെ തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞു, മൗലാന ആസാദിന്റെ തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും ഔന്നത്യം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണമാണ്. ഇപ്പുറത്ത് മറ്റുള്ളവരുടെ തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞു, നമുക്ക് രാം മന്ത്രം ചെല്ലാം, പക്ഷെ ഒരിക്കലും വിഘടിക്കരുത് എന്ന്. ഈ ഒരു രീതിയിൽ യശസ്സോട് കൂടി പോകാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും എന്റെ യുവാക്കൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി. ഈ അടുത്തിടെ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം അത് ഇന്റർവ്യൂവിലും ആവർത്തിച്ചു പറഞ്ഞു. ആ പ്രസംഗം അതിൽ അദ്ദേഹം പറയുന്നത് ഇതേതാണ് കേരളം എന്ന് ചോദിച്ചിട്ടാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു, കേരളത്തിലെ അടുത്തിടെ ഉണ്ടായ ഒരു സംഭവം പറഞ്ഞു. സിനിമാക്കാർക്കിടയിൽ കുറച്ച് ബുദ്ധി ഉപയോഗിക്കുന്ന ആളാണ് ശരിക്കും ശ്രീനിവാസൻ. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞങ്ങൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലും പരിപാടിക്കുണ്ടാകാറുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ഹിന്ദുവാണ്. നമ്മൾ കേരളക്കാർ മനസ്സിലാക്കണത്, ഞാനൊരു ഹിന്ദുവാണ്. എന്റെ കല്യാണക്കാര്യം വന്നപ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. കാരണം അന്ന് എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ ഇന്നസെന്റ് ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഇന്നസെന്റ് ചേട്ടനോട് എനിക്കെന്തെങ്കിലും തരുമോന്ന്. ഇന്നസെന്റ് ചേട്ടൻ പിറ്റേന്ന് 2 വള കൊണ്ടെന്ന് തന്നു. ഇത് ആരുടെ വളയാണെന്ന് ചോദിച്ചപ്പോ ഇന്നസെന്റ് ചേട്ടൻ പറഞ്ഞു, ഇത് ആലീസിന്റെ വളയാണ് എന്ന് പറഞ്ഞ ഭാര്യന്റെ വളയാണ് എന്ന്. ആ വളയുമായിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോ അമ്മ പറഞ്ഞു, വള കൊടുത്താൽ പറ്റൂല, അത് ഈ കല്യാണ ചെലവിനെടുത്തോ, നീ താലി തന്നെ കെട്ടണം, നല്ലൊരു താലി വേണമെന്ന്. ഞാനങ്ങനെ പോയിരുന്ന് ആലോചിച്ചു എന്താ ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ ഞാൻ മദ്രാസിലേക്ക് വിളിച്ചു പ്രിയപ്പെട്ട മമ്മൂക്ക എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. മമ്മൂട്ടിക്ക് വിളിച്ചപ്പോ മൂപ്പര് വിളിച്ചിട്ട് പറഞ്ഞു, ആയിക്കോട്ടെ കുഴപ്പമില്ല, നീ ഇങ്ങോട്ട് കയറിക്കോ, താലി ഞാൻ വാങ്ങി വെക്കാമെന്ന്. എന്നിട്ട് വളരെ വികാരത്തോടെ കൂടി അദ്ദേഹം പറയാണ്,
ഹിന്ദുവായി എനിക്ക് കല്യാണം കഴിക്കാൻ ക്രിസ്ത്യാനിയായ ഇന്നസെന്റിന്റെ ഭാര്യയുടെ വളയും മുസ്ലിമായ മമ്മൂട്ടിയുടെ താലിയും, അതാണ് കേരളമെന്നാണ് ശ്രീനിവാസൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ അടുത്തിടെ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. 1 മണിക്കൂറിന്റെ ഉള്ളിലാണ് എല്ലാം മാറ്റിവെച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയം കൊണ്ടുവന്ന്, അതും പ്രത്യേകിച്ച് മൊബൈൽ ICU ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് പരത്തിയിട്ട് ഹെലിപ്പാഡ് പുതുതായിട്ട് ഉണ്ടാക്കി. അതിമനോഹരമായ അതിന്റെ എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടാണ് ഉണ്ടായത്. വലിയ ചെലവായിരുന്നു അതിന്. അത് മുഴുവൻ വഹിച്ചത് ഒരു മുസ്ലിമാണ്. അതിന് മുഴുവൻ ചെയ്തു കൊടുത്തത് ഒരു ഹിന്ദുവിന്റെ ഹൃദയത്തിലാണ്. ആ ഹൃദയം ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയമായിരുന്നു. ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ ആ ക്രിസ്ത്യാനിയുടെ ഹൃദയം പറിച്ചെടുത്ത് ഒരു മുസ്ലിമിന്റെ ചെലവിൽ ഒരു ഹിന്ദുവിന് ഫിറ്റ് ചെയ്തു കൊടുക്കുമ്പോ വീണ്ടും അദ്ദേഹം പറയുന്നു, ഇതാണ് കേരളമെന്ന്. അതുകൊണ്ട് കേരളത്തിനെ ഛിദ്രമാക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഈ ഇരിക്കുന്ന മുഴുവൻ കുടുംബത്തിലെ ആളുകൾ ഇടതായാലും വലതായാലും എന്തായാലും വർഗീയപരമായ ചിന്താഗതിയിലേക്ക് നമ്മളോ നമ്മുടെ കുടുംബക്കാരോ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളോ പോകാൻ അനുവദിക്കരുത്. സ്നേഹത്തോടെ അവരെ പിന്മാറ്റാൻ ശ്രമിക്കണം. എവിടെയെങ്കിലും വർഗീയതയുടെ നാളം കത്തിയാളുമ്പോ ആ സമയത്ത് കൊടുമ്പിരിക്കൊള്ളുന്ന ആ അഗ്നിയെ തണുപ്പിക്കുന്ന ഒരു വലിയ ജലധാരയായി നമ്മൾ ഒഴുകണം. ആ ഒഴുക്കാകട്ടെ ഇവിടുത്തെ ഇന്നത്തെ സംഗമത്തിലൂടെ നടക്കേണ്ടത്. അവിടെ നമ്മൾ കുടുംബത്തിനെ കൂടെ കൂട്ടണം. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യാമക്കളെ നമ്മുടെ കൂടെ കൂട്ടണം. അതോടൊപ്പം ഈ സമുദായത്തെ നെഞ്ചിൽ ചേർക്കണം. മനുഷ്യ സമൂഹത്തെ മുഴുവൻ നെഞ്ചിൽ ചേർക്കണം. ഇന്ന് ഓരോന്നിന്റെ പേരിൽ ഓരോരുത്തരെ കൊല ചെയ്യപ്പെടുമ്പോ അതിന്റെ പേരിൽ മൊറവിളി കൂട്ടുന്നതിന് പകരം നീതിയുക്തമായി കടന്നു ചെല്ലാൻ നമുക്ക് പറ്റണം. അങ്ങനത്തെ ഒരു അവബോധം കൂടി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നിർബന്ധമാണ്. ഞാൻ പറയുന്നത് മൊത്തം മാനവരാശിയെ അങ്ങനെ സ്നേഹിക്കണമെന്നാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ പിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്താ അർത്ഥം? നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കുന്നു. നമ്മൾ മതപരമായ കാര്യത്തിനിറങ്ങി മുഴുവൻ ആൾക്കാരോട് നന്മ പറയുന്നു. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു എല്ലാവർക്കും സ്നേഹം പകുത്തു കൊടുക്കുന്നു. പക്ഷേ വീട്ടിലെത്തുമ്പോ പ്രിയപ്പെട്ട മാതാവില്ല എങ്കിൽ, പിതാവില്ല എങ്കിൽ, അവർ ഒറ്റപ്പെട്ടുവെങ്കിൽ, പ്രിയപ്പെട്ട ഭാര്യയോട് നമ്മൾ അധിക്ഷേപപൂർവ്വം പെരുമാറുന്നുവെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും നല്ല മനുഷ്യനല്ല. അവിടെയാണ് തിരിച്ചു പിടിക്കണം. സംസ്കാരത്തിനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. അതുകൊണ്ട് ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള ഈ കുട്ടശ്ശേരി കുടുംബത്തിലെ ആൺ പെൺ വർഗത്തോട് എല്ലാവരോടും പറഞ്ഞുകൊള്ളട്ടെ, ഇവിടെ നിന്ന് തുടങ്ങാൻ നമുക്ക്. ഇന്ന് നിങ്ങൾ ആദരിക്കുന്ന പ്രിയപ്പെട്ട അല്ലെങ്കിൽ ആദരിച്ച പ്രിയപ്പെട്ട കാരണന്മാരും കാരണോത്തിമാരും അഥവാ മുതിർന്ന സ്ത്രീകളും, ഇവരെ കേവലം പട്ടുട അടുപ്പിച്ചുകൊണ്ടല്ല നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ആദരവ് കാണിക്കേണ്ടത്. പകരം നിങ്ങൾ പരിരംഭണം ചെയ്യണം. വീട്ടിലെത്തുമ്പോ ഈ കിളവിയെ ഒന്ന് നെഞ്ചിൽ ചേർക്കാൻ നിങ്ങൾ മറക്കരുത്. മരുമകളായി നിങ്ങൾ കല്യാണത്തിന് കൊണ്ടുപോകുമ്പോ ഓട്ടോറിക്ഷക്കാരിലേക്ക് അമ്മായിമ്മയെ തള്ളാതെ തന്റെ കൂടെ കൂട്ടി കൈപിടിച്ചു കൊണ്ടുപോകുന്ന മരുമകളായി നമ്മൾ മാറണം. എന്റെ പ്രിയപ്പെട്ട ഈ കാണുന്ന കിളവന്മാരായ കിളവികളായ അല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകൾ അവരെ നെഞ്ചോട് ചേർക്കുമ്പോഴേ നമ്മുടെ കുടുംബത്തിന്റെ മഹിതമായ പാരമ്പര്യം തിരിച്ചു വരൂ. രണ്ടാമത് നമ്മൾ ആദരിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ കുടുംബത്തിലെ മധ്യവയസ്കരായ ആളുകൾ. ഇവിടെ ഒരു കുടുംബ സംഗമം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാഹസപ്പെട്ടിട്ടുണ്ടാവുക 2 കൂട്ടരാണ്. ഒന്ന് യുവാക്കൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി, അവിടെ നിന്ന് അങ്ങനെ തുടങ്ങി അതിന്റെ മനോഹരമായ രീതിയിൽ പിന്നെ അതിന്റെ സാമ്പത്തികത്തിലേക്ക് കടന്ന് അതിന്റെ കോർഡിനേഷൻ. യുവാക്കൾ എത്രമാത്രം ഇതിനു വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ടാകുമെന്നറിയുമോ? ആ യുവാക്കളുടെ കൂട്ടത്തിൽ ഞാൻ മധ്യവയസ്കരെയും ഉൾപ്പെടുത്തിക്കൊള്ളട്ടെ. അഥവാ യുവാക്കളോടൊപ്പം ചാടി നടന്നു ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന, ഇതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആ യുവാക്കളെയും നമ്മൾ ആദരവോടെ കാണണം. അതിൽ വിശിഷ്യ നമ്മുടെ പ്രിയപ്പെട്ട ഗൾഫ് സഹോദരന്മാർ, GCCയിൽ നിന്ന് വന്നിട്ടുള്ള, മറ്റു പ്രദേശത്ത് നിന്ന് വന്നിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ ഈ കൂട്ടത്തിൽ ഇരിപ്പുന്നുണ്ടാവും. അവർക്കാണ് നിങ്ങളെക്കുറിച്ച് കൂടുതലും വ്യാകുലതയും സ്നേഹവും. ഞാൻ കാണാറുണ്ട്. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഗൾഫ് രാജ്യങ്ങൾ പര്യടനത്തിന് പോകുമ്പോൾ അവിടെ ഉമ്മയെ കുറിച്ച് പറയുമ്പോൾ സദസ്സ് വിതുമ്പാറുണ്ട്. കാരണം അവർ ഉമ്മയെ കാണുന്നില്ല. ഇതേപോലെ മക്കളെ കുറിച്ച് പറയുമ്പോഴും അവർ ചിലപ്പോൾ വിതുമ്പാറുണ്ട്. കാരണം അവർ മക്കളെയും കാണുന്നില്ല. നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകളും കുടുംബസമേതം അവിടെ ഇല്ലാത്തവരാണ്. ഇവർ ഒരുമിച്ച് കൂടി അല്ലെങ്കിൽ കുടുംബസമേതം അവരുള്ളവരും ഒരുമിച്ച് കൂടി ഗൾഫിലെ ആൾക്കാർ അവർക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഈ പാവം ആൾക്കാർ അവിടെ കഴിയുന്നു. ഏറ്റവും ചൂട് ഇപ്പോഴൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര ചൂടെന്ന് എനിക്കറിഞ്ഞൂടെ. സൗദി അറേബ്യയിൽ ഇപ്പം 52% ചൂട്. മക്കത്തും മദീനത്തും കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരം തീക്കാറ്റ്. ആ തീക്കാറ്റിൻ്റെ ഇതിൽ നമുക്ക് 1 മണിക്കൂർ പോലും നടക്കാൻ പറ്റൂല. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ കൊടും ചൂടില്, തീ പോലത്തെ ചൂടില് വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ അവരധ്വാനിച്ച് 1000 റിയാല് അല്ലെങ്കിൽ 2000 റിയാല് കിട്ടി അതിനെ അവിടത്തെല്ലാം അടച്ച് അവരുടെ ചെലവിലേക്ക് അല്പം മാറ്റിവെച്ച് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് അയച്ചിട്ട്
നമ്മളത് ചുരിദാർ വാങ്ങിക്കാനും ഇതിന് പുറമെ ഇത് വാങ്ങിക്കാനും അനാവശ്യമായ ചെലവുകൾക്കും ചെലവഴിക്കുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മുടെ കുടുംബത്തിലില്ല. ഇവരവസാനം കടന്നു വരുമ്പോൾ, ഈ പാവങ്ങളെല്ലാം അവസാനിപ്പിച്ച് കടന്നു വരുമ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല, അവരുടെ കയ്യിലൊന്നുമില്ല. ഒരു സമർത്ഥമായ ഭാര്യ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നാടുകളിലൊക്കെ നടക്കാറുണ്ട്. പലിശയില്ലാത്ത കുറിയിൽ ചേരും. ഭാര്യയാണ് ഇതൊക്കെ അടക്കല്. അങ്ങനെ 2 ലക്ഷം 3 ലക്ഷം ചിലപ്പോൾ 10 ലക്ഷം ആൾക്കാരൊക്കെ ആയാലുണ്ടാവും. ഈ സാധു അയച്ചു കൊടുക്കണേന്ന് 2000-3000 അതിൽ കൊണ്ടിടും. ചുരുക്കി പറഞ്ഞാൽ ഇവർ തിരിച്ചു വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ചെറിയ കച്ചവടം തുടങ്ങാനുള്ള സാമ്പത്തികമെങ്കിലും സ്വരൂപിച്ചു മാറ്റാൻ നിങ്ങൾക്ക് പറ്റണം. പാവമാണുങ്ങൾ സാധുക്കളാണ്. അവർ മൊത്തത്തിൽ കിട്ടുന്ന പൈസ കൊണ്ട് ഉള്ള പോലെ ആഘോഷം എന്ന രീതിയിൽ പോവാൻ എന്നതുണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഗൾഫ് ഗോയിങ് ടു ബി ഷട്ട് ഡൗൺ എന്ന് പല പത്രങ്ങളും എഴുതുമ്പോൾ, അഥവാ ഗൾഫ് അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു എന്നെഴുതുമ്പോൾ അധികം നെകളിപ്പോടെ നമ്മൾ മുന്നോട്ട് പോകണ്ട. ഒന്നും കൂടി കത്തിയാളിയാൽ എല്ലാം അസ്തമിച്ച് കഞ്ഞി പോലും മുട്ടി നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് നമ്മൾ അധപ്പതിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബിനികളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അഥവാ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് സങ്കടമുണ്ട്. വീട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ ഭാര്യ പറഞ്ഞത് ഞാൻ ഇവിടെ നിൽക്കണില്ല, ഞാൻ പോവാണെന്നാണ്. അപ്പോൾ അവന് കരയണം. അങ്ങനെ ഉമ്മാക്ക് വിളിച്ചു നോക്കും, എന്താ അമ്മ പ്രശ്നം ഉണ്ടായത്? എൻ്റെ പെണ്ണിനായിട്ട് എവിടുക്കാച്ച പോയിക്കാളെ, എനിക്കിവിടെ നിൽക്കാൻ വയ്യ. ഉമ്മയും പറയും. അപ്പോൾ ഉപ്പാക്ക് വിളിച്ചു നോക്കും. ഉപ്പ പറയും, എന്താ മോനെ ഞാൻ ചെയ്യുക, ഇജ്ജൊരു പെണ്ണെട്ടിയാകെ കുടുങ്ങി, വാപ്പാൻ്റെ വക അതും. അത് കഴിഞ്ഞിട്ട് ജ്യേഷ്ഠനെ വിളിച്ചു നോക്കും, മോനെ എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് ഒന്ന് പരിഹരിക്കാൻ പറ്റൂടാ. എത്ര വെച്ചിട്ടാണ് ഞാൻ പരിഹരിക്കുക, പോയി ഞാൻ കുടുങ്ങി, ഇജ്ജ് എന്താ വെച്ചാണ്ട് ചെയ്താളെ എന്ന് ജ്യേഷ്ഠനും. അവസാനം ജ്യേഷ്ഠനും കൈവിട്ട്, ഉപ്പയും കൈവിട്ട്, ഉമ്മയും കൈവിട്ട്, പ്രിയപ്പെട്ട ഭാര്യയും കൈവിട്ട്, അവസാനം തൻ്റെ റൂമിലെ 4 ബെഡിലെ ഒരു ബെഡിൽ കിടന്നുറങ്ങുമ്പോൾ ഉറക്കം വരാതെ വിതുമ്പിക്കരയുന്ന എത്രയോ പ്രവാസികളുണ്ട്. തൻ്റെ കുടുംബത്തിന് വേണ്ടി അവിടെ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. അഥവാ അവിടെ പോയിട്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇത്രയൊക്കെ ആക്കിയിട്ട് കുടുംബം ഒന്നിച്ചിട്ടല്ലല്ലോ എന്ന സങ്കടം അവസാനം അറിയുന്നു. മക്കളും തന്നെ കൈവിട്ടു പോകുന്നു. കാരണം ഉമ്മനെ കൈവിട്ടപ്പോൾ മക്കൾ തന്നെ കൈവിടുന്നു എന്ന്. അവസാനം 55-ാം വയസ്സിൽ തിരിച്ചെത്തണമെന്ന് മോഹിക്കുമ്പോൾ 20 വയസ്സുള്ള മോൻ അങ്ങോട്ട് കയറ്റണമെന്ന് മോഹിക്കുമ്പോൾ മോൻ പറയാണ്, എനിക്ക് വരാൻ സൗകര്യമില്ല. മോൻ ഇങ്ങനെ ധിക്കാരം പറയുന്നു. ചുരുക്കി പറഞ്ഞ മക്കളില്ല, ഭാര്യയില്ല, ഉമ്മയെ സ്നേഹിച്ച് കൊതി തീർന്നില്ല. പക്ഷെ ഉമ്മ, ഈ പാവങ്ങളായ ആളുകളുടെ അവസ്ഥ എന്താണ്? കുറച്ച് നാൾ മുമ്പ് നമ്മളൊന്ന് പരിധി നോക്കിയാൽ എത്രയോ ഉമ്മമാരെ ICUവിൽ കിടത്തിയിട്ട് കരഞ്ഞു പോയിട്ടുള്ള മക്കളെ നമ്മൾ കാണും. ഇത് പ്രവാസി കൂട്ടമാണ്. വെറും 15 ദിവസത്തെ ലീവിന് ഉമ്മ അസ്തമിക്കുന്നു എന്ന് കാണുമ്പോൾ, ഉമ്മ ഈ ലോകത്തോട് വിട പറയുന്നു എന്ന് കാണുമ്പോൾ അവൻ വരാറുണ്ട് ഹോസ്പിറ്റലിലേക്ക്. 15 ദിവസത്തോളം ഹോസ്പിറ്റലിൽ, ഡോക്ടറുടെ അടുക്കൽ, ഹോസ്പിറ്റലിൽ, വീട്ടിൽ ഇങ്ങനെയായി കഴിയും. അവസാനം അമ്മാവൻ വന്നിട്ടാ പറയാ, മോനെ ഈ പൊയ്ക്കോ. മൂത്താപ്പ വന്നിട്ട് പറയും, ഈ പൊയ്ക്കോ. എന്താ ചെയ്യാൻ, എൻ്റെ വിസന്റെ കാര്യമല്ലേ, ഇതിവിടെ എങ്ങനെയെങ്കിലും കണ്ട് നടന്നോളും, ഞാൻ പോണില്ല എന്ന് വിതുമ്പിക്കരയുമ്പോൾ അമ്മാവൻ പറയും, നീ പോണം, എങ്ങനെയെങ്കിലും പോയേ പറ്റൂ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അവസാനം ഉമ്മയുടെ, ഇത് ഞാനൊരു കൊടുങ്കഥ പറയല്ല, ഒരു കടങ്കഥയും പറയല്ല, യാഥാർത്ഥ്യത്തിന്റെ ബോധം നിങ്ങളുടെ മുമ്പിൽ വെക്കാണ്. ഈ സാധു അവസാനമായി പാസ്പോർട്ടും ഇതെല്ലാം എടുത്ത് വീട്ടിൽ നിന്ന് ബാഗ് എടുത്തിട്ട് വരുമ്പോൾ അവസാനമായി ഹോസ്പിറ്റലിലേക്ക് കടന്നു വരും. മൂത്താപ്പയും മുളാപ്പയും അമ്മാവനും നോക്കി നിൽക്കേ ഈ പാവം ICUവിന്റെ ഉള്ളിലേക്ക് കയറും ഡോക്ടറുടെ പെർമിഷനോട് കൂടി. എന്നിട്ടുമല്ല ഉമ്മയോട് യാത്ര പറയും. ഉമ്മ പോവല്ലേ എന്ന് പറയാൻ മോഹമുണ്ട്, പക്ഷേ മൂക്കിലൂടെ കുഴലാണ്, വായിലൂടെ കുഴലാണ്. പക്ഷേ മോന്റെ കൈയൊന്ന് പിടിച്ചു വെക്കും. പോകല്ലേ എന്ന് കണ്ണൊലിക്കുന്നുണ്ട്. ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് നീ നേതൃത്വം കൊടുക്കണമെന്ന് ഉള്ളു പറയുന്നുണ്ട്. പക്ഷേ എത്രയോ പ്രവാസികൾ അവരുടെ സ്വന്തം മാതാവിനെ മെല്ലെ ഇങ്ങനെ കൈകൊണ്ട് അടർത്തി മാറ്റി വീണ്ടും നിങ്ങൾക്ക് വേണ്ടി, ഭാര്യാമക്കൾക്ക് വേണ്ടി വീണ്ടും പലായനം ചെയ്തവരാണ് ഈ കാണുന്ന പ്രവാസികൾ. നിങ്ങളെന്ന ഭാര്യയ്ക്ക് വേണ്ടി, നിങ്ങളെന്ന മക്കൾക്ക് വേണ്ടി സ്വന്തം മാതാവിനെ പോലും മരണക്കിടക്കയിലേക്ക് വിട്ടുകൊടുത്ത് യാത്രയായവരാണ് കൂടുതലും പ്രവാസികൾ എന്ന് നമ്മൾ അറിയണം. എന്നിട്ടും എന്തേ നമ്മുടെ വീട്ടിൽ ഈ ഭർത്താവിനോടൊരു സ്നേഹമില്ലാത്തത്? എന്നിട്ടും എന്തേ ഈ മക്കളോട് സ്നേഹമില്ലാതെ പോയത്? അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ എതിർപ്പില്ലാതെ ജീവിക്കണം, പരസ്പര അടുപ്പത്തോടുകൂടി ജീവിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബ സംഗമം. പിന്നെ ഞാൻ പറയുന്നത് വിദ്യാർത്ഥി കൂട്ടത്തോടാണ്. അവരെ പഠിച്ചുയരട്ടെ. എന്നിട്ട് ഫ്ലൈറ്റ് പറത്തുമ്പോ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ
അദാബന്നാർ എന്ന് പറയുന്ന പൈലറ്റായി നിങ്ങൾ മാറണം. നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ് റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന പ്രാർത്ഥനയോടെ ഓപ്പറേഷൻ തുടങ്ങി വെക്കുന്ന ഡോക്ടറായി നിങ്ങൾ മാറണം. ഇങ്ങനെയുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി നിങ്ങൾ മാറണേ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ ഇവരെ ആദരിക്കണമെന്ന്. പിന്നെ യുവാക്കളെ, പിന്നെ ഉമ്മമാരോട് പറയാനുള്ളത്, പാവം മരുമക്കളെ നിങ്ങൾ മക്കളെ പോലെ കാണ്, സ്നേഹത്തോടു കൂടി വർത്തിക്കൂ. ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മുടെ സംസാരം നിങ്ങൾ വിട്ടേക്ക്. ഈ ഒരു ദിവസത്തിന്റെ നിങ്ങൾ കുടുംബം കൂടിയതിന്റെ, സിലത്തുർ റഹ്മിന്റെ, കുടുംബ ബന്ധം ഒന്നിപ്പിച്ചതിന്റെ ഈ മനോഹരമായ ഈ കാഴ്ച കണ്ടിട്ടെങ്കിലും അകന്നു നിൽക്കുന്നവർ ഒന്ന് ഒന്നിക്ക്. ഇനിയില്ല നമുക്ക് തർക്കം, ഇനി പോകാൻ പാടില്ല നമ്മൾ വിതർക്കത്തോടെ എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോ. അങ്ങനെയുള്ള സുന്ദരമായ ഒരു യാത്രക്ക് തുടക്കമാകട്ടെ ഇന്നത്തെ ഈ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഈ കുട്ടശ്ശേരിയിലെ ഒരു ഉമ്മയും ഇനി കരയരുത്. അതിന് മരുമക്കളും മക്കളുമായ നിങ്ങളാണ് നേതൃത്വം കൊടുക്കേണ്ടത്. ഈ കുട്ടശ്ശേരി കുടുംബത്തിലെ ഒരു പെണ്ണും ഇനി കരയരുത്, ഒരു മരുമകളും ഒരു മോളും കരയരുത്. അതിന് പ്രിയപ്പെട്ട പിതാക്കന്മാരെ, മാതാക്കന്മാരെ, നിങ്ങളാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. ഒരു യുവാവും പതറരുത്. അവര് നല്ല അവസ്ഥയോടുകൂടി നിൽക്കണം, ഈമാനികമായ സംസ്കാരത്തോടുകൂടി നിൽക്കണം. അതിനെ പിതാക്കന്മാരെ, മാതാക്കന്മാരെ, നിങ്ങളാണ് നേതൃത്വം കൊടുക്കേണ്ടത്. കുഞ്ഞനന്മാർ, കുഞ്ഞനുജന്മാരും അനുജത്തിമാരും പടനിലത്തിൽ വഴുതി വീഴരുത്. അതിന് യുവാക്കളെ നിങ്ങളാണ് നേതൃത്വം കൊടുക്കേണ്ടത്. എനിക്ക് എന്റെ ഇക്കാക്കയെ പോലെ ആകണമെന്ന് പറയേണ്ടവനായിരിക്കണം നമ്മുടെ കുട്ടികൾ. അങ്ങനെ ചുരുക്കത്തിൽ കുട്ടികളും വലിയവരും മുതിർന്നവരും ഒരുമിച്ച് നമ്മുടെ കുടുംബം ഒന്നിച്ച് പോകുമ്പോ നമുക്ക് അവസാനമായിട്ട് ചെയ്യാനുള്ളത് ഒന്ന്, ഈ കുടുംബത്തിൽ പാവപ്പെട്ട ആളുകളുണ്ടാകും, ഇനിയും പുറത്തു പറയാത്ത ദുഃഖങ്ങൾ, ഇനിയും നമ്മളോട് പരിദേവനം പറയാത്ത സന്താപങ്ങൾ, അതുള്ള ധാരാളം ആളുകൾ ഉണ്ടാകും. ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് അവരെ പെറുക്കിയെടുത്ത് സ്റ്റേജിലേക്ക് നിങ്ങൾ കൊണ്ടുവരണമെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം അവർ നമ്മൾ കുടുംബത്തിലെ അംഗമാണ്. പക്ഷേ നിങ്ങൾ ആളെ അല്ലെങ്കിൽ ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ഒരു സഹോദരിക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയെന്ന് പറയുമ്പോ ഇന്ന സ്ഥലത്ത് ഇന്ന സഹോദരി എന്ന് നിങ്ങൾ പറയണമെന്നില്ല. പക്ഷേ അവർക്കൊരു വീട് തുങ്ങുമ്പോ ഓരോ കല്ലുകളും വിളിച്ചു പറയണം, ഇത് ഇവളുടേതാണ്, ഇത് ഇന്നതാണ്, ഇത് ഇവളുടേതാണ്. എല്ലാവർക്കും അതിൽ പങ്കുണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ ഒരു പാവപ്പെട്ട കുട്ടിയുണ്ടല്ലോ, ആ പാവപ്പെട്ട കുട്ടി പുറത്തേക്ക് പോകുമ്പോ അവൾക്ക് ചിലപ്പോ കല്യാണത്തിന് മഹർ ധരിക്കുന്നതിന് അതിനൊരു 5 പവൻ, അതോടൊപ്പം ഒരു വളയും 2 മാലയും, അതായിരുന്നു അവളുടെ മോഹം. ആകെയുള്ള ഒരു 10 പവൻ അതുപോലും പിതാവിന് കൊടുക്കാൻ പറ്റാതെ വിതുമ്പുമ്പോ, സ്ത്രീധനമായല്ല ഞാൻ പറയുന്നത്, ഒരു പ്രിയപ്പെട്ട കുട്ടിക്ക് വിവാഹ ചടങ്ങിലേക്ക് ഇറങ്ങി വരുമ്പോ ഒന്ന് ധരിക്കാനുള്ള ഒരു ആഭരണമില്ലാതെ വരുമ്പോ നിങ്ങളുടെ കുടുംബം അതെത്തിക്കണം. ആ സമയത്ത് കുടുംബത്തിന്റെ നാഥൻ മുമ്പിൽ നിൽക്കുന്നുണ്ടാകും. ഇതിന്റെ പ്രസിഡന്റോ കോർഡിനേറ്ററോ ഇവൾ പുതിയ ഇറങ്ങി കണ്ടു പോകുമ്പോ അറിയാതെ ഒരു തിരിഞ്ഞു നോക്കലുണ്ട്. ആ തിരിഞ്ഞു നോക്കത്തിൽ ഒരു കണ്ണൊലിക്കലുണ്ട്. അത് മതി നമ്മുടെ കുടുംബത്തിന്റെ പ്രാർത്ഥന. പിതാവില്ലാത്ത ഈ കുട്ടിക്ക് അവസരോചിതമായി ഇത് എത്തിച്ചു കൊടുത്ത കുടുംബത്തിന്റെ നേതൃത്വമേ എന്നാണ് അവിടെ കണ്ണുനീരിന്റെ ആ ആനന്ദത്തിന്റെ അശ്രുപൂജയുടെ ആ സമയത്ത് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ കുടുംബത്തിലെ നിർദ്ദയരായ ആളുകളെ, രോഗികളെ നിങ്ങൾ കാണുമ്പോ 250 രൂപ മതി ചിലപ്പോൾ ഡയാലിസിസ് നടത്താൻ. പക്ഷെ ആ സമയത്ത് ആംബുലൻസ് വിളിച്ചു പോകാൻ പൈസയില്ലാതെ വിതുമ്പുന്ന ആളുകളുണ്ട്. ഡയാലിസിസ് സെന്ററിലേക്ക് പോകാനോ അല്ലെങ്കിൽ വേറെയുള്ള സെന്ററിലേക്ക് പോകാനോ കഴിയാത്ത ആളുകളുണ്ട്. അവർക്ക് വാഹനങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു കൈത്താങ്ങായി വരേണ്ടതുണ്ട്. ഈ ലോകത്തിൽ 2 സന്തോഷമാണ്. ഒന്ന്, അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഒന്ന് സിന്തറ്റിക് ഹാപ്പിനെസ്, മറ്റൊന്ന് ഓതന്റിക് ഹാപ്പിനെസ്. സിന്തറ്റിക് ഹാപ്പിനെസ് മൊബൈൽ കിട്ടുമ്പോ, വീട് കിട്ടുമ്പോ, കാറ് കിട്ടുമ്പോ, മനോഹരമായ സൗദം മെനയുമ്പോ അപ്പോഴാണ് സിന്തറ്റിക് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്, വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന സന്തോഷം. എന്നാൽ ഓതന്റിക് ഹാപ്പിനെസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് ഓതന്റിക് ഹാപ്പിനെസ് ആണ്. അഥവാ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന സന്തോഷം. ആ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തിലാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. ഹസ്രത്ത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വഫാത്തിന്റെ സമയത്ത് കിടക്കുമ്പോ ആ വീട്ടിന്റെ ജുംറയിലേക്ക്, ആ ചെറിയ ഹുജറയിലേക്ക് അങ്ങോട്ട് കയറി. ആ വീട്ടിന്റെ റൂമിലേക്ക് കയറിയപ്പോ റസൂലുള്ളാഹി കണ്ണ് പൊത്തിയിട്ട് കരഞ്ഞു. കാരണം ഈ ഹിജാസിന്റെ പ്രദേശത്ത് ഏറ്റവും വലിയ സമ്പന്നയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് 8ഓളം ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അതിനേക്കാൾ സമ്പത്ത്, അഥവാ അബൂലഹബിനും അബൂജഹലിനും വരെ അസൂയാർഹമായ പെണ്ണ്. കാരണം അത്ര ബിസിനസ്സിൽ കയറിപ്പോയിരുന്നു. അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചതിന് ശേഷം പാവപ്പെട്ടവർക്കും നന്മക്കും വേണ്ടി ചെലവഴിച്ച്
അവസാനം 28ഓളം തുന്നുകൾ ധരിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ധർമ്മിണി സഹധർമ്മിണി ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ കിടപ്പ് കണ്ടപ്പോ വിതുമ്പി കരയേണ്ടി വന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതുകൊണ്ട് ആയിഷ ബിവിയോട് പറഞ്ഞു, ആയിഷ, ലോകത്തിലെ ഒരു സ്ത്രീ ഇനി വിചാരിച്ചാലും എന്റെ ഖദീജക്ക് പകരമാകാൻ കഴിയില്ല, അത് നിങ്ങളാണെങ്കിൽ പോലും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെയാണ് ഓരോ സ്ത്രീകളും ആകേണ്ടത്. പാവപ്പെട്ടവരെ സഹായിച്ച് നമ്മൾ തൊലിഞ്ഞാലും അവസാനം മലക്ക് ജിബ്രീൽ മാലാഖ കടന്നു വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ കടന്നു വന്നുകൊണ്ട് പറഞ്ഞത്, വഫാത്തിന്റെ സമയത്തിന് തൊട്ടു മുമ്പ് പറഞ്ഞത്, അല്ലാഹു സലാം അറിയിച്ചിരിക്കുന്നു, നിങ്ങളോട് പറയാൻ ഖദീജക്ക് നേരിട്ട് സലാം, അഥവാ അല്ലാഹുവിന്റെ സലാം. ലോകത്തിലെല്ലാവരും സലാം അങ്ങോട്ടാണ് പറയുക, അസ്സലാമു അലൈക്കും എന്ന അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ്. പക്ഷെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, അല്ലാഹു അറിയിച്ചിരിക്കുന്നു ഖദീജ ബീവിക്ക് സലാം. ഈ സലാം അറിയിച്ചപ്പോ ഖദീജ ബീവി കണ്ണുകൾ മുകളിലേക്ക് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു എന്റെ പേര് പറഞ്ഞോ എന്ന് ചോദിക്കും നിങ്ങളെന്ന്. അതേ, നിങ്ങളുടെ പേര് പറഞ്ഞാണ് സലാം. എന്റെ ഖദീജക്ക് സലാം. ആ ഖദീജയെ പോലെ നമ്മളാകണം. പാപങ്ങളെ സഹായിച്ച് തന്റെ സമ്പത്തിന്റെ വിഹിതങ്ങൾ കൊടുത്ത് അവസാനം ഒന്നുമില്ലാതെ അസ്തമിച്ചാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ആതന്റിക് ഹാപ്പിനെസ്സിലേക്ക് കടക്കണം. അഥവാ എല്ലാം നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, ആ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു നഷ്ടമല്ല, നാളേക്കുള്ള ലാഭമാണ്. അഥവാ നമ്മുടെ പ്രിയപ്പെട്ട അനുജന്റെ മോനൊരു ഓപ്പറേഷൻ വേണം, അവന് ഏകദേശം 10 ലക്ഷം രൂപ. ആ കുഞ്ഞുകുട്ടി ആകെ വിഷമിച്ചിരിക്കുമ്പോ, ഉമ്മയും ഉപ്പയും വിഷമിച്ചിരിക്കുമ്പോ നമ്മുടെ കയ്യിലുള്ളത് ആകെ 10 ലക്ഷം രൂപ. ഇപ്പുറത്ത് വീട് വലുതാക്കാൻ വേണ്ടി വെച്ചത്, അതെടുത്തുകൊണ്ട് ഓപ്പറേഷൻ നടത്തി. അവസാനം ആ കുട്ടിയുടെ ഓപ്പറേഷൻ സക്സസ് ആയി. ആ കുട്ടിയെയും കൊണ്ട് ഈ മാതാവും പിതാവും നമ്മുടെ മുമ്പിൽ നിന്നിട്ടൊരു കരച്ചിലുണ്ട്. ദാറ്റ് ഈസ് ഒതന്റിക് ഹാപ്പിനെസ്. അതാണ് സന്തോഷം. 10 ലക്ഷം രൂപ കൊണ്ട് 2 റൂം മെനയുന്നതിനേക്കാൾ ഈ പാവം കുഞ്ഞുകുട്ടിയുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള 10 ലക്ഷത്തിന്റെ പേരാണ് ഒതന്റിക് ഹാപ്പിനെസ്. ആ ഒരു ലോകത്തിലേക്ക് നമ്മുടെ കുടുംബം കടന്നു പോകണം. പാവപ്പെട്ടവരെ സഹായിച്ച് നന്മയിലേക്ക് പോകുന്ന ഒരു യഥാർത്ഥ കുടുംബമായി, ഒരു കുടുംബ സംഗമമായി ഇത് മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ പ്രായം ചെന്നവർക്കും നിങ്ങൾ യുവാക്കളെ നിങ്ങൾ നേതൃത്വം കൊടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ പ്രസരിപ്പോരെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സ്നേഹം വിതരണേ എന്ന് പറഞ്ഞുകൊണ്ടും, എന്റെ പ്രിയപ്പെട്ട യുവതികളും അല്ലാത്തവരുമായ ഉമ്മമാരെ മക്കളെ നല്ല രീതിയിൽ വളർത്തണേ എന്നും, ഏത് സാഹചര്യം മാറി വന്നാലും സ്നേഹമാണ് നമ്മുടെ വ്യക്തിമുദ്ര, സ്നേഹമാണ് നമ്മുടെ സ്നേഹമുദ്ര, അതാണ് നമ്മുടെ മോഹമുദ്ര എന്ന് മനസ്സിലാക്കി മുഴുവൻ മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് തർക്ക വിതർക്കങ്ങളില്ലാതെ പോകാനും, എല്ലാറ്റിലും മേലെ അല്ലാഹു മാത്രം, അല്ലാഹുവാണ് സർവാധിപതി, അവനാണ് സമഗ്രാധിപതി, അവനാണ് സർവാധിപതി, അവന് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടെ അവന്റെ വാല്യൂവിലേക്ക്, അവന്റെ ആദീനിലേക്ക് വീണ്ടും മടങ്ങട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുക്കളയിൽ നിന്ന് തുടങ്ങി റഹീമയിലൂടെ പോയി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയും എന്നുവേണ്ട മുസ്ലിം സമുദായം അറിഞ്ഞിരിക്കേണ്ട കുടുംബ ബന്ധങ്ങളുടെ മുഴുവൻ വേരുകളെക്കുറിച്ചും വളരെ വ്യക്തമായി കുറഞ്ഞ വാക്കുകൾ കൊണ്ട് പ്രതിപാദിച്ച് നമുക്ക് വിജ്ഞാനപ്രദമായി തലമുറകൾ കൈമാറാൻ കഴിയുന്ന തരത്തിലുള്ള വിജ്ഞാനമേകിയ ബഹുമാന്യനായ ഡോക്ടർ സുലൈമാൻ മാസ്റ്റർക്ക് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ഈ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിന്റെ മുൻപായി ഇത്തരത്തിൽ ഒരു സംഗമം നടത്തുന്നതിനു വേണ്ടി കുടുംബവേരുകൾ തേടിപ്പോയി മാസങ്ങളുടെ വർഷങ്ങളുടെ പ്രയത്നങ്ങൾ മൂലം ഇന്ന് 17 യൂണിറ്റുകൾ രൂപീകരിക്കുകയും 10,000-ത്തിലധികം കുടുംബാംഗങ്ങളെ കണ്ടെത്തുകയും ഇനിയും ഒരുപാട് യൂണിറ്റുകൾ രൂപീകരിക്കുന്നതിനും കുടുംബാംഗങ്ങളെ കണ്ടെത്തുന്നതിനും വേണ്ടി കഠിന പ്രയത്നം നടത്തുകയും ഇതുപോലുള്ള ഇത്രയും മഹത്തായ ഈ ചടങ്ങ് ഇത്രയും വിജയകരമായി ഇവിടെ പരിസമാപ്തി കുറിക്കുന്നതിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി കഠിനാധ്വാനം ചെയ്ത നമ്മുടെ ബാദുഷാ തവനൂരിനെ ആദരിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഗസ്റ്റ് ഡോക്ടർ സുലൈമാൻ മാസ്റ്റർ മേൽപുത്തൂരിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആയത് സ്വീകരിക്കുന്നതിനു വേണ്ടി മഞ്ചേരി ജില്ലാ കോടതി ജീവനക്കാരനും നമ്മുടെ
കുട്ടശ്ശേരി കുടുംബ സംഗമത്തിന്റെയും കുടുംബ കൂടിച്ചേരലുകളുടെയും നട്ടെല്ലായ ബാദുഷാ തവനൂരിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതുപോലുള്ള കൂടിച്ചേരുകളും സംഗമങ്ങളും ചാരിറ്റബിളി പ്രവർത്തനങ്ങളും നടത്തുന്നതിനു വേണ്ടി ബാദുഷാക്കും അതുപോലെ ഇവിടെ കൂടിയ നമ്മൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായ സഹകരണങ്ങൾ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ ബഹുമാന്യനായ ഉമ്മർ എന്ന കുട്ടി അളങ്കൂറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സെക്ഷന് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ കുട്ടി എളങ്കൂറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട കുട്ടശ്ശേരി കുടുംബാംഗങ്ങളെ, നിങ്ങളെ ഏവർക്കും നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ഞാൻ ആ കർത്തവ്യം മാത്രം നിർവഹിക്കുകയാണ്. ഒന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്ത് തന്ന, കുടുംബത്തിന് ഉപകാരപ്രദമായ ക്ലാസ് എടുത്ത് നമ്മെ അനുഗ്രഹിച്ച ബഹുമാന്യനായ ഡോക്ടർ സുലൈമാൻ മേൽപുത്തൂർ അവർക്ക് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ മഹത്തായ സംഗമത്തിന് അധ്യക്ഷം വഹിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ KSFA വൈസ് പ്രസിഡന്റ് അബൂബക്കർ ഹാജി പാവണ്ണ, അതുപോലെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുസ്ലിയാർ തവനൂര്, അതുപോലെ നമ്മോടൊപ്പം അല്പനേരം സംബന്ധിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ സ്ഥലം MLA അഡ്വക്കേറ്റ് M ഉമ്മർ സാഹിബ് അവർകളെ, അതുപോലെ നമ്മുടെ മഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർമാൻ VP ഫിറോസ്, നമ്മുടെ കുടുംബത്തിന്റെ കാരണവന്മാരിൽ പ്രമുഖനായ ബഹുമാനപ്പെട്ട അബൂബക്കർ സലഫി ചാത്തല്ലൂര്, നമ്മോട് സംസാരിച്ച ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ സക്കാഫി ചെറുകുളം, അസീസ് മുസ്ലിയാർ വാളോറിങ്ങൽ, കുഞ്ഞു മുഹമ്മദ് കുഞ്ഞാലൻകുട്ടി മറ്റത്തൂര്, അബ്ദുള്ള മുസ്ലിയാർ പടിക്കൽ, കുഞ്ഞി സാഹിബ് ചമ്രക്കാട്ടൂർ, ഇബ്രാഹിം മമ്പൂർ, കുഞ്ഞിമാൻ പഴമള്ളൂര്, അതുപോലെ നമ്മുടെ ഈ സംഗമത്തിന് ചുക്കാൻ പിടിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് മുർഷിദ്, അതുപോലെ ഈ പരിപാടി നിയന്ത്രിച്ച ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ആസിഫ്, അതുപോലെ വേദിയില നമ്മുടെ സ്വാഗത സംഘത്തിന്റെ പ്രധാന പ്രവർത്തകൻ നമ്മുടെ കുടുംബ അംഗം KSFയുടെ നേതാവ് മുസ്തഫ ചാത്തല്ലൂര്, പിന്നെ സെക്രട്ടറി ബഷീർ സാഹിബ് ഉണ്ടമ്പ്ര, ജനീസ്, പേരെടുത്ത് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഈ സംഗമം ഒരു മഹാസംഘമാക്കി തീർത്ത ബഹുമാനപ്പെട്ട എല്ലാ യൂണിറ്റിലുമുള്ള മുഴുവൻ കുട്ടശ്ശേരി കുടുംബാംഗങ്ങൾക്കും, എല്ലാ ഉമ്മ പങ്ങന്മാർക്കും, സഹോദര സഹോദരിമാർക്കും, ഇവിടെ ഈ സൗകര്യം ചെയ്തു തന്ന ഇതിന്റെ ഈ ഓഡിറ്റോറിയത്തിന്റെ മാനേജർ, മറ്റ് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ആരൊക്കെ ചെയ്തു തന്നിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ രണ്ട് ലോകത്തും നല്ല ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഇനിയും ഈ കുടുംബത്തിന് വേണ്ടി, ഈ സംഗമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും പാവപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിന്റെ സംഘാടകർക്കും ഇതിന്റെ പ്രവർത്തകർക്കും, അതുമല്ല നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും
പ്രാർത്ഥിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം പുലർത്തുക. ഈ സംഗമത്തോടുകൂടെ നമ്മുടെ ഈ ബന്ധവും കൂടിച്ചേരലും ഒരിക്കലും ഒരു പിരിയലാകരുത്. ഇത് തുടർന്നു പോകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും കലാപരിപാടി അവതരിക്കാൻ അവസരമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ ക്ഷമിക്കണം. ധാരാളം കുട്ടികൾ പുറത്ത് ഉണ്ടായിരുന്നു. എപ്പോഴാണ് ക്ലാസ് കഴിയാതെ? നല്ല ക്ലാസ്സുമാണ്, കുട്ടികളുടെ പരിപാടി നല്ലതാണ്. അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയതായിരുന്നു. കുട്ടികളെല്ലാം ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നിങ്ങൾക്ക് പരിപാടി അവതരിപ്പിക്കാൻ മാത്രം ഒരു ദിവസം നമുക്കൊരു സംഗമം ചേരണം. അതുകൊണ്ട് നല്ല പരിപാടി അവതരിപ്പിക്കാൻ എല്ലാവരും റെഡിയായിട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ നിന്ന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവരുടെ അധ്യക്ഷന്റെ സമ്മതപ്രകാരം നമുക്ക് 3 സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇതിന്റെ പ്രധാന വളണ്ടിയർമാരാരും പോകരുത്. ചെറിയ ചെറിയ പണികൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. വളണ്ടിയർമാർ അവിടെ നിൽക്കണം. ബാക്കിയുള്ളവർ എല്ലാവരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുട്ടികളെ പോയേ